രാവിലെയിൽ നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകളിലേക്ക് പോകാം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും 5 കുട്ടികളടക്കം 18 മരണം. അപകടം സ്റ്റേഷനിലെ 13, 14, 15 പ്ലാറ്റ്ഫോമുകളിൽ. അപകടത്തിൽപ്പെട്ടതിൽ ഏറെയും മഹാകുംഭമേളയ്ക്ക് പോകാൻ എത്തിയവർ. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച റെയിൽവേ. ഡൽഹി മുഖ്യമന്ത്രി ആരെന്ന് ഇന്ന് തീരുമാനിച്ചേക്കും. BJP ജനറൽ സെക്രട്ടറിമാർ യോഗം ചേരും. നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷം അന്തിമ പ്രഖ്യാപനം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ആലോചിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം നാളെ. കേന്ദ്ര വായ്പ ചെലവഴിക്കുന്ന കാര്യം പ്രധാന ചർച്ചയ്ക്ക്. വായ്പാ വിനിയോഗ കാലാവധി നീട്ടിച്ചോദിക്കുന്നതും പരിഗണനയിൽ. ടൗൺഷിപ്പ് നിർമ്മാണം, എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ എന്നിവയിലെ പുരോഗതിയും വിലയിരുത്തും. വിവാദത്തിൽ വിശദീകരണവുമായി ശശി തരൂർ. ലേഖനത്തിൽ ഉദ്ദേശിച്ചത് CPMന്റെ നയം മാറ്റത്തിലൂടെയുണ്ടായ ഗുണഫലം. ഉമ്മൻചാണ്ടിയും PK കുഞ്ഞാലിക്കുട്ടിയും കേരളത്തിന് കാതലായ വളർച്ച നേടിക്കൊടുത്തവർ. വിശദീകരണം വലിയ ഫലം കാണില്ലെന്ന സൂചന. നടപടി വേണമെന്ന നിലപാടിൽ ഉറച്ച് കോൺഗ്രസ് നേതാക്കൾ. ആർദ്രത, സാന്ത്വനം, പരിപാലനം, ഇതൊക്കെ പുരുഷന്മാരെക്കാൾ ഒരുപക്ഷെ സ്ത്രീകൾക്ക് കൂടുതൽ മേഖലകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. ലീഗിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ PK ഫിറോസിനെ തള്ളി PMA സലാം. സോണിയാഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിൽ ആരുണ്ടെന്നും ചോദ്യം. ബൃന്ദ കാരാട്ടിന്റെ CPM PBയിലെത്തിയത് പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയായതുകൊണ്ട്. വിവാദം വിളിച്ചു വരുത്തുന്ന സലാമിന്റെ പ്രതികരണം ന്യൂസ് 18 Q18. വിശദമായ വാർത്തകളിലേക്ക്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും 5 കുട്ടികളടക്കം 18 പേർ മരിച്ചു. ഇന്നലെ രാത്രിയാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. ട്രെയിൻ പ്ലാറ്റ്ഫോം മാറിയതറിഞ്ഞ് യാത്രക്കാർ തിരക്ക് കൂട്ടിയതാണ് അപകട കാരണമെന്നാണ് സൂചന. ഉന്നതതല അന്വേഷണത്തിന് റെയിൽവേയുടെ നിർദ്ദേശമുണ്ട്. രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, എന്താണ് സംഭവിച്ചത്? ഈ 18 മരണസംഖ്യ ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? രഞ്ജിത്ത്, ആശുപത്രി അധികൃതർ LNJP ആശുപത്രി അധികൃതർ ഇപ്പോൾ ഏതായാലും 18 മരണമെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം ഏതായാലും ദാരുണമായ ഈ സംഭവം, അപകടമുണ്ടായത് ഇന്നലെ രാത്രിയാണ്. രാത്രി 10 മണിയോടുകൂടിയാണ് അനിയന്ത്രിതമായ തിരക്ക് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അനുഭവപ്പെട്ടത്. കാരണം കുംഭമേളയ്ക്ക് പോകാൻ എത്തിയവർ ഇവിടെ സ്റ്റേഷനിൽ എത്തിയിരുന്നു. കാരണം പ്രയാഗ്രാജ് എക്സ്പ്രസിൽ പോകാനാണ് കൂടുതൽ യാത്രക്കാരും എത്തിയത്. ഒപ്പം തന്നെ അതുവഴി കടന്നു പോകുന്ന 2 ട്രെയിനുകൾ വൈകിയിരുന്നു. ഇതാണ് അനിയന്ത്രിതമായ തിരക്കിന് കാരണം എന്നാണ് ഇപ്പോൾ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 14, ഒപ്പം തന്നെ 15 ഇവിടെയാണ് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത്. ഈ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ പോലും ആളുകൾ നിൽക്കുന്ന സാഹചര്യമുണ്ടായി. നമുക്ക് ഊഹിക്കാം എത്രമാത്രം തിരക്കായിരിക്കും അപ്പോൾ ആ ഘട്ടത്തിൽ അനുഭവപ്പെട്ടതെന്ന്. പക്ഷേ ഈ 2 ട്രെയിനുകൾ വൈകിയതോടുകൂടി ആളുകൾ അവിടെ തമ്പടിക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം ഒന്ന് ഭുവനേശ്വറിലേക്കുള്ള രാജധാനിയാണ്. ആ ട്രെയിൻ കടന്നു പോകുന്നത് പ്രയാഗ്രാജ് വഴിയാണ്. രണ്ടാമത്തെ സ്റ്റോപ്പാണ് ആ ട്രെയിനിനെ സംബന്ധിച്ച് പ്രയാഗ്രാജ്. ഒപ്പം തന്നെ സ്വതന്ത്ര സേനാനി എക്സ്പ്രസ്, ഇത് ബീഹാറിലേക്കുള്ള ദർബാംഗിലേക്കുള്ള ട്രെയിനാണ്. അതും കടന്നു പോകുന്നത് പ്രയാഗ്രാജ് വഴിയാണ്. പക്ഷേ ഈ 2 ട്രെയിനുകൾ വൈകിയതോടുകൂടി ഈ 2 ട്രെയിനുകളുടെയും ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രയാഗ്രാജ് എക്സ്പ്രസിൽ പോകാനായി ആളുകൾ എത്തുകയും ചെയ്തു. ഇതിനിടയിൽ ചില ആളുകൾ ഈ തിക്കിലും തിരക്കിലും തളർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി. ഇത് എന്തോ സംഭവിച്ചു എന്ന തരത്തിലുള്ളൊരു പരിഭ്രാന്തി പരത്താനിടയാക്കി. ഇത് വലിയ രീതിയിലുള്ള തിക്കും തിരക്കിലേക്കും നയിച്ചു എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികളുടെ ഒക്കെ തന്നെ വിവരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു പ്രതികരണം ഇങ്ങനെയാണ് രഞ്ജിത്ത്. റെയിൽവേ ഇപ്പോൾ പറയുന്നത് 9:30 അനിയന്ത്രിതമായ തിരക്ക് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ 13, 14 നമ്പർ പ്ലാറ്റ്ഫോമുകളിൽ അനുഭവപ്പെട്ടു. പെട്ടെന്നാണ് ഇത്തരത്തിൽ യാത്രക്കാരുടെ തിരക്ക് അനുഭവപ്പെട്ടത്. ഇത് ആളുകൾ തടർന്നു വീഴാൻ കാരണമായി. മാത്രവുമല്ല ചില കിംവദന്തികൾ പ്രചരിക്കുകയും ചെയ്തു. അതായത് ഇവിടെ തിക്കും തിരക്കും ഉണ്ടായ തരത്തിലുള്ള പ്രചരിക്കുകയും ചെയ്തു. ഇത് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായി. ഇതാണ് പിന്നീട് വലിയ രീതിയിലുള്ള ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നായിട്ടൊരു വിശദീകരണം ഇപ്പോൾ
വന്നിട്ടുള്ളത്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഉന്നതതല അന്വേഷണം റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 പേരടങ്ങുന്ന സമിതി ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. ദൃക്സാക്ഷികളുടെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അവിടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, പക്ഷേ ഇത്രയധികം ആളുകൾ വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ മാത്രമുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികളടക്കം പറയുന്നത്. 18 പേര് മരിച്ചവരിൽ 18 പേരിൽ 4 പേർ കുട്ടികളാണ്. ഒപ്പം തന്നെ മരിച്ചവരിൽ സ്ത്രീകളുണ്ട്. അങ്ങനെ 18 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 50-ലധികം പേർക്ക് പരിക്കേറ്റു എന്നുകൂടി ഇപ്പോൾ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. കാരണം സ്വാഭാവികമായും തിക്കും തിരക്കും ഉണ്ടാകുമ്പോൾ ആളുകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. ആന്തരികമായ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധന മാത്രമേ വ്യക്തമാക്കുകയുള്ളൂ. ഏതായാലും ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നു. ഇത് കൂടാതെ നിലവിൽ ഇപ്പോൾ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്, റെയിൽവേ മന്ത്രി തന്നെ അറിയിച്ചിരിക്കുന്നത് സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ്. മാത്രവുമല്ല, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ അപകടം നടന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റ് ട്രെയിനുകൾ അതിനുശേഷം പുറപ്പെടുകയും ചെയ്തു. പക്ഷേ അപ്പോൾ പോലും എന്തുകൊണ്ട് ഇത്തരം തിരക്ക് മുൻകൂട്ടി അറിയാൻ സാധിച്ചില്ല എന്നുകൂടി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം റെയിൽവേ തന്നെ വ്യക്തമാക്കുന്നത് ഓരോ മണിക്കൂറിലും 1500 ടിക്കറ്റുകൾ, ജനറൽ ടിക്കറ്റുകളാണ് പ്രയാഗ്രാജിലേക്ക് മാത്രമായി വിറ്റുപോരുന്നതെന്നാണ്. സ്വാഭാവികമായും അങ്ങനെ നിരവധി ടിക്കറ്റുകൾ വിൽക്കുന്നുണ്ടെങ്കിൽ തിരക്ക് മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അവിടെ അതിന് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. പക്ഷേ അത് റെയിൽവേയുടെ ഭാഗത്തുനിന്ന്, അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്ന കാര്യത്തിൽ ചോദ്യങ്ങൾ ബാക്കിയാണ്, സംശയങ്ങൾ ബാക്കിയാണ്. ഇതാണ് സാഹചര്യം. ഏതായാലും വലിയ ദുരന്തമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം. വളരെ കൃത്യമായി തന്നെ ഈ ട്രെയിൻ പ്രയാഗ്രാജിലേക്കുള്ള തീവണ്ടിയും മറ്റും വരുമ്പോൾ ആളുകളുടെ തിക്കും തിരക്കും ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ കാണാം. ഏത് വിധേനയും തീവണ്ടിയിൽ കയറാനുള്ള ശ്രമം യാത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അസാധാരണമായ അനിയന്ത്രിതമായ തിരക്ക് പ്രയാഗ്രാജിലേക്ക് അനുഭവപ്പെടുകയാണ്. അവിടെ നേരിട്ട് ചെന്ന് കണ്ട് മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ തന്നെയാണ് ഞാനിത് പറയുന്നത്. നമുക്ക് ചിന്തിക്കാനാവുന്നതിലും അപ്പുറം തിരക്കാണ് ഈ പ്രയാഗ്രാജിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അവസാന നാളുകളിലേക്ക് കടക്കുകയാണ് കുംഭമേള, മഹാകുംഭമേള. മഹാശിവരാത്രി ദിവസം ഈ മാസം 26-നാണ് കുംഭമേള സമാപിക്കുക. ആ സമയത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുന്ന, അത് ഏത് വിധേനയും തീവണ്ടി മാർഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായുള്ളത്. ഫ്ലൈറ്റുകളിൽ ടിക്കറ്റുകൾ കിട്ടാൻ പശ്ചാത്തലമുണ്ട്. കാറിൽ പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ഡൽഹിയിൽ നിന്ന് ഏതാണ്ട് 11 മണിക്കൂറോളം വേണ്ടിവരും പ്രയാഗിലേക്ക് വാഹനത്തിൽ, കാറിൽ മറ്റും പോയാൽ എന്നുള്ളതാണ്. അപ്പോൾ താരതമ്യേന എളുപ്പമുള്ള തീവണ്ടി വഴി ആളുകൾ എത്താൻ ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആളുകൾ ഏത് വിധേനയും ട്രെയിനിൽ കയറി പ്രയാഗ്രാജിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഈ 13, 14, 15 പ്ലാറ്റ്ഫോമുകളിൽ ഈ രാകേഷ്, മറ്റു ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നത്, ഈ ട്രെയിനുകൾ പലതും വൈകുന്നുണ്ട് ഈ മേഖലയിലേക്കുള്ളത്. സ്വാഭാവികമായും 3 ട്രെയിനുകളൊക്കെ വൈകുമ്പോൾ ഈ 3 ട്രെയിനുകളിലും പോകേണ്ട യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവും. അവരുടെ തിരക്ക് ക്രമാതീതമാകും. പിന്നൊരു ട്രെയിൻ വരുമ്പോൾ ഇവരൊക്കെ വളരെ പെട്ടെന്ന് ആ ട്രെയിനിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റാനുള്ള ശ്രമം നടത്തും. അത് ഇത്ര വലിയ തിരക്കിനും ആളുകളുടെ പ്രശ്നങ്ങൾക്കും കാരണമാകും. അതരഞ്ജിത്ത്, ചില ട്രെയിനുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. അതുകൂടി ഈ അപകടത്തിന് അല്ലെങ്കിൽ ഈ തിക്കും തിരക്കിനും കാരണമായിട്ടുണ്ട്. മാത്രവുമല്ല, 2 ട്രെയിനുകൾ വൈകിയതാണ് ഈ അനിയന്ത്രിതമായ തിരക്കിന് കാരണം. സ്വാഭാവികമായി ഈ 2 ട്രെയിനുകൾ കൃത്യസമയത്ത് കടന്നു പോവുകയാണെങ്കിൽ ഇത്രയും വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടില്ലായിരുന്നു. പക്ഷേ രാജധാനി എക്സ്പ്രസ് ഭുവനേശ്വറിലേക്കുള്ളത്, ആ ട്രെയിൻ വൈകി. അപ്പോൾ ആ ട്രെയിനിൽ പോകേണ്ട യാത്രക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഈ സമീപ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെയാണ് ആ ട്രെയിൻ പുറപ്പെടേണ്ടിയിരുന്നത്. ഒപ്പം തന്നെ സ്വതന്ത്ര സേനാനി എക്സ്പ്രസ്സും, അതും 13, 14 പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പോകേണ്ട ട്രെയിനായിരുന്നു. ആ ട്രെയിനും വൈകി. ഇത് കൂടാതെ പ്രയാഗ്രാജ് എക്സ്പ്രസ്സിന് പോകേണ്ട ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 3 ട്രെയിനുകൾ പോകേണ്ട ആളുകൾ ഏതാണ്ട് ഒരേ പ്ലാറ്റ്ഫോമിൽ തമ്പടിച്ചു. ഇതാണ് ഈ വലിയ അപകടത്തിലേക്ക് നയിച്ചത്. ഒപ്പം തന്നെ റെയിൽവേയുടെ ഭാഗത്തുനിന്നൊരു അനൗൺസ്മെൻ്റ് ഉണ്ടായി. ഇതും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികളൊക്കെ അറിയിക്കുന്നത്. അതെന്താണെന്ന കാര്യത്തിൽ വ്യക്തമല്ല. പുറത്തു വരുന്ന ചില സൂചനകൾ അനുസരിച്ച് അക്കാര്യത്തിൽ വ്യക്തതയില്ല. പ്ലാറ്റ്ഫോം മാറി എന്ന അറിയിപ്പ് വന്നു എന്നാണ് അറിയുന്നത്. സ്വാഭാവികമായും പ്ലാറ്റ്ഫോം മാറി എന്ന അറിയിപ്പ് വരുമ്പോൾ ആളുകൾ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതും പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടാകാം. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഏതായാലും റെയിൽവേ നൽകുന്നില്ല. ഏതായാലും വലിയ തിരക്കുണ്ടായിരുന്നു, അതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ തന്നെ അത് വ്യക്തമാണ്. ഏതാണ്ട് ന്യൂഡൽഹി എന്ന് പറയുന്നത് വലിയ സ്റ്റേഷനാണ്, നിരവധി പ്ലാറ്റ്ഫോമുകളുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അതിൽ തന്നെ ഈ അപകടം നടക്കുന്നത് 14-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഒപ്പം 15-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ സമാനമായി തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള എസ്കലേറ്ററിന് സമീപത്തും ഇത്തരത്തിൽ തിക്കും തിരക്കും ഉണ്ടായി എന്നാണ് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ദാരുണമായ സംഭവം ഇന്നലെ രാത്രിയാണ് ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ ഓരോ മണിക്കൂറുകളും ഉയരുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഏതായാലും പരിക്കേറ്റ ഏതാണ്ട് 50 പേർ ചികിത്സയിലുണ്ട് എന്നുള്ളത് ആശങ്കയ്ക്ക് ഇട നൽകുന്നതാണ്. കാരണം ഇതിൽ ചിലരുടെയെങ്കിലും നില ഗുരുതരമായി തന്നെ തുടരുന്നു. അതിൽ തന്നെ കുട്ടികളുണ്ട്. അപ്പോൾ
അപ്പോൾ സ്വാഭാവികമായും ഇനി ആശുപത്രി അധികൃതർ ഈ ചികിത്സ സംബന്ധിച്ച കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്, വിശദീകരണം വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ബുള്ളറ്റിനുകൾ വരുമോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. മറ്റൊരു വശം ഈ അപകടം എങ്ങനെ സംഭവിച്ചെന്ന തരത്തിലുള്ള അന്വേഷണമാണ്. റെയിൽവേ മന്ത്രി ഏതായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് പറയുന്നു. 2 അംഗ സമിതി ഈ വിഷയം അന്വേഷിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. രഞ്ജിത്ത്, ഉന്നതതല അന്വേഷണം റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അപകടത്തിൽ. പക്ഷേ ഈ തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്കിതറിയാം, ഇതുവരെ ഏതാണ്ട് 50 കോടിയിൽ പരം ആളുകൾ പ്രയാഗ്രാജിലേക്ക് എത്തി എന്നാണ് UP സർക്കാർ അവകാശപ്പെടുന്നത്. ഇനിയും ആളുകൾ എത്തും. ഇനിയും 10 ദിവസം മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. ഇന്നിപ്പോൾ 16 തീയതി. 26 വരെയാണ് കുംഭമേള, മഹാകുംഭമേള ഉണ്ടാവുക. സ്വാഭാവികമായും ഇനിയും ആളുകളുടെ എണ്ണം, മലയാളികളടക്കം നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വിമാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ബുക്കിങ്ങിൻ്റെ പരിധി കഴിഞ്ഞു. തീവണ്ടികളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും വലിയ തിരക്ക്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട തിരക്കുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഇത്ര അധികം ആളുകളെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി പ്രയാഗ്രാജിനുമില്ല. കഴിഞ്ഞ ദിവസമൊക്കെ കിലോമീറ്ററുകൾ നീണ്ട ക്യൂ ആയിരുന്നു ആ പ്രദേശത്ത് ഒട്ടാകെ. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആളുകൾ തിക്കിലും തിരക്കിലും മറ്റും വീണ് കിടക്കുന്ന ദൃശ്യങ്ങളാണ്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമൊക്കെ ഈ അപകടത്തിൽപ്പെട്ടു. 11 സ്ത്രീകൾ ഈ അപകടത്തിൽ മരിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 4 കുഞ്ഞുങ്ങളും ഈ മരിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. ആ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഏറെ ദാരുണമായ ദൃശ്യങ്ങൾ തന്നെയാണ്. തിക്കിലും തിരക്കിലും മറ്റും പെട്ട് കുഴഞ്ഞു വീണ് ആ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 18 പേരിൽ 14 പേര് സ്ത്രീകളാണ് എന്നാണ് ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള കണക്കുകൾ വരുന്നത്. മറ്റുള്ളവർ കുട്ടികളാണ്. അപ്പോൾ മരിച്ചവരിൽ കൂടുതൽ പേരും സ്ത്രീകളാണ് എന്ന് സ്ഥിരീകരണം ഇപ്പോൾ റെയിൽവേ നൽകുന്നു. 18 പേരിൽ 14 പേര് സ്ത്രീകളാണ് എന്ന കണക്കാണ് ഇപ്പോൾ റെയിൽവേ വരുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇക്കാര്യത്തിൽ സ്വാഭാവികമായും വലിയ തിരക്ക്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലേക്കുള്ള തിരക്കൊക്കെ തന്നെ വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. പ്രയാഗ്രാജിലേക്ക് പല ഭാഗങ്ങളിൽ നിന്ന്, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ തീർത്ഥാടകർ പോകുന്നുണ്ട്. പക്ഷേ അതനുസരിച്ചൊരു ക്രമീകരണം ഒരുക്കുന്നതിൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായോ എന്ന ചോദ്യങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. പലരും ഇപ്പോൾ അത്തരം വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം റെയിൽവേ തന്നെ പറയുന്നത് 1500 ടിക്കറ്റുകൾ ഓരോ മണിക്കൂറും ജനറൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്നുണ്ട് എന്നാണ്. സ്വാഭാവികമായും അത്തരം രീതിയിൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സുരക്ഷ ഒരുക്കേണ്ട ബാധ്യത കൂടി റെയിൽവേക്കുണ്ടായിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായോ എന്ന കാര്യമടക്കം ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും അന്വേഷണത്തിൽ അക്കാര്യം വ്യക്തമാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഒരു പ്രതികരണം വരുന്നത് അസാധാരണമായ തിരക്ക് അനുഭവപ്പെടുന്നു എന്നൊരു NDRF ഉദ്യോഗസ്ഥൻ്റെ അടക്കം പ്രതികരണം ഈ ഘട്ടത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ മേൽപ്പാലത്തിലടക്കം ആളുകളുണ്ടായിരുന്നു. വലിയ തിരക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരമൊരു തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസമാണ്, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ അവധി ദിനമായതുകൂടി കണക്കിലെടുത്തുകൊണ്ടൊരു തീർത്ഥാടകരുടെ തിരക്ക് സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായില്ല എന്നതാണ് ഈ ദുഃഖകരമായ അല്ലെങ്കിൽ ദാരുണമായ അപകടത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന കണക്കനുസരിച്ച് 18 മരണം ആണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ കുട്ടികളുണ്ട്, 14 പേർ സ്ത്രീകളാണ്. രഞ്ജിത്ത്, അതാണ് പരിക്കേറ്റ 50ഓളം ആളുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അവരെ ഡൽഹിയിലെ LNGP ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അതിഷിയും ലഫ്റ്റനന്റ് ഗവർണറും മറ്റും ഈ ആശുപത്രിയിലെത്തി ഈ പരിക്കേറ്റവരെ സന്ദർശിച്ചു. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പ്രയാഗ്രാജ് എക്സ്പ്രസ്സിൽ പോകാനായി ആയിരങ്ങളാണ് ഇന്നലെ രാത്രി സ്റ്റേഷനിലേക്ക് എത്തിയത്. പ്ലാറ്റ്ഫോം 14 നിന്നായിരുന്നു ഈ ട്രെയിൻ. 12, 13 പ്ലാറ്റ്ഫോമുകളിൽ എത്തേണ്ടിയിരുന്ന സ്വതന്ത്ര സേനാനി ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസ്സിൽ വൈകിയതോടെ ഈ പ്ലാറ്റ്ഫോമുകളിൽ വലിയ ജനക്കൂട്ടമുണ്ടായി. തുടർന്നാണ് തിക്കും തിരക്കുമുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ദുരന്തത്തിൽ പ്രധാനമന്ത്രി അടക്കം അനുശോചിച്ചിട്ടുണ്ട്. എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്റ്റേഷനിൽ വിന്യസിച്ചിട്ടുണ്ട്. തീർത്ഥാടകർ തിരക്ക് കുറയ്ക്കാൻ പ്രത്യേക ട്രെയിൻ സർവീസുകൾ ആരംഭിക്കാൻ റെയിൽവേ തീരുമാനിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. സംഭവത്തിൽ അടിയന്തര നടപടി കൈക്കൊള്ളാൻ ചീഫ് സെക്രട്ടറിക്കും കമ്മീഷണർക്കും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നിർദ്ദേശം നൽകുകയും ചെയ്തു. അനിയന്ത്രിതമായ തിരക്കാണ്, വലിയ തിരക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ തിരക്കിൽ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകും. അത്തരത്തിൽ കാരണം ആളുകൾ തിക്കിലും തിരക്കിലുമൊക്കെ പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഈ ട്രെയിനിൽ കയറിപ്പറ്റാനുള്ള ശ്രമം നടത്തുന്ന ഒരു പശ്ചാത്തലം കൂടി ഏറ്റവും ഇതിനുള്ള കാരണമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ദുരന്തം സംഭവിച്ചിരിക്കുന്നു.
അതീവ ഗൗരവതരമായ സംഭവമാണ്. ഇനി വരും ദിവസങ്ങളിലും പ്രയാഗിൽ വലിയ തിരക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ അധികൃതർ എന്നാണ് മനസ്സിലാകുന്നത്. ആർ രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം. കഴിഞ്ഞ ദിവസമാണ് വയനാട് പുനരധിവാസത്തിന് കേന്ദ്രത്തിൻ്റെ പണം അനുവദിച്ചത്, 529 കോടി രൂപ. പക്ഷേ ആ പണം ഒരു വായ്പയായി അനുവദിച്ചു. ചില മാനദണ്ഡങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം മുന്നോട്ട് വെച്ചു. കാരണം ഈ വരുന്ന മാർച്ച് 31 മുൻപ് ഈ പണം പൂർണ്ണമായും ചിലവഴിക്കണം, ഇല്ലെങ്കിൽ പണം അനുവദിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ ഒരു മാനദണ്ഡം. വയനാട് പുനരധിവാസം ഇതുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം നാളെ ചേരുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അസാധാരണ നിബന്ധനകളിലൂടെ കേന്ദ്രം അനുവദിച്ച വായ്പ എങ്ങനെ ചെലവഴിക്കണമെന്ന കാര്യത്തിലും ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. വായ്പയുടെ വിനിയോഗത്തിന് സമയം നീട്ടി ചോദിക്കുന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ടൗൺഷിപ്പ് നിർമ്മാണം, എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ എന്നിവയുടെ പ്രവർത്തന പുരോഗതിയും ചർച്ചയാകും. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന് ചോദിച്ച് പണം കിട്ടി, 530 കോടിയോളം രൂപ കേന്ദ്രം അനുവദിച്ചു. പക്ഷേ കർശനമായ മാനദണ്ഡങ്ങളാണ്. ഒന്ന്, ഇത് വായ്പയായാണ്, പലിശരഹിത വായ്പയാണ്, അത് പ്രശ്നമില്ല, 50 വർഷത്തിനുള്ളിൽ തിരിച്ചടച്ചാൽ മതി. പക്ഷേ ഈ 31-നകം ഇത്രയും വലിയ തുക ചിലവഴിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ തന്നെ വയനാട് പുനരധിവാസത്തിൽ അന്തം വിട്ട് നിൽക്കുന്ന ഒരു സർക്കാരാണ്. അവർക്ക് ഇതുവരെ അതിൻ്റെ ഒരു പുരോഗതിയിലേക്ക് എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമാക്കാനായിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെയൊരു മാനദണ്ഡം കൂടി വരുമ്പോൾ സർക്കാർ എന്ത് ചെയ്യുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ഒരു പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാളെ ഇതെങ്ങനെ ഈ തുക ചെലവഴിക്കണം, അതിനു വേണ്ടിയിട്ട് ടൗൺഷിപ്പിന്റെ നിർമ്മാണമടക്കം ഈ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഈ 539 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം, ഒരു പുനരധിവാസ പ്രവർത്തനം എങ്ങനെ അവിടെ നടപ്പിലാക്കാൻ കഴിയുമെന്ന കാര്യം കൂടി ആലോചിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ ഉന്നതതല യോഗം നടക്കുന്നത്. ആ യോഗത്തിൽ വിശദമായി, അതായത് ഇതിനോടകം ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടും. അതിൽ ഏറ്റവും മുൻഗണനാ അടിസ്ഥാനത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, അതായത് ഈ സ്ഥലം ഏറ്റെടുക്കുക, അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും പ്രഥമ പരിഗണന ലഭിക്കാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ ഈ തുക ചെലവഴിക്കുന്നതും ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം ഈ മാർച്ച് 31 എന്ന് പറയുമ്പോൾ ഇനി ഏതാണ്ട് ഒരു കഷ്ടിച്ച 1.25 മാസം കൂടി മാത്രമാണ് ശേഷിക്കുന്നത്. അതിനകത്ത് ഇത്രയധികം തുക ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം എന്ന കർശനമായ നിബന്ധനകളോടെ ഈ പണം അനുവദിക്കുമ്പോൾ ഇനിയും കേന്ദ്ര സർക്കാർ മുമ്പിൽ ഇതിന്റെ തീയതി നീട്ടി നൽകണമെന്ന ആവശ്യം സംസ്ഥാനത്തിന് മുമ്പോട്ട് വെക്കാൻ കഴിയുമെങ്കിലും അതിനുള്ള സാധ്യത നന്നേ കുറവാണ് എന്ന ബോധ്യം സംസ്ഥാന സർക്കാരിനുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നാളെ ഈ ഉന്നതതല യോഗം നടക്കാൻ പോകുന്നത്. ആ യോഗത്തിൽ ഇതിന്റെ മാസ്റ്റർ പ്ലാൻ വിശദമായി തന്നെ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുന്നതിലൂടെ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കേന്ദ്രം എടുത്തിരിക്കുന്ന ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ, അതായത് കേന്ദ്ര സർക്കാർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ തന്നെ എങ്ങനെ ഈ പണം പെട്ടെന്ന് വിനിയോഗിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ നാളത്തെ ഉന്നതതല യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ഡാൻ, പക്ഷേ അപ്പോഴും സംസ്ഥാന സർക്കാരിന് മുന്നിൽ നിരവധി പ്രതിസന്ധികളുണ്ട്. ഇതുവരെ പൂർത്തിയാകാത്ത പദ്ധതികളുണ്ട്. 10-16 ഈ പ്രോജക്റ്റുകളുടെ ഏതാണ്ടൊരു പ്രാഥമിക രൂപമായി എന്നാണ് മനസ്സിലാകുന്നത്. അത് വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഒപ്പം ഈ സമയം നീട്ടി ചോദിക്കണം. ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ പറഞ്ഞത് സമയം നീട്ടി ചോദിക്കണം, ഒരുപക്ഷെ അങ്ങനെ അപേക്ഷ നൽകിയാൽ കേന്ദ്രം പരിഗണിക്കും എന്ന് മറ്റുമാണ്. അങ്ങനെ ചില നീക്കങ്ങൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടല്ലോ. ഈ പണം സമയബന്ധിതമായി ചിലവഴിക്കുന്നതിനൊപ്പം അല്പം കൂടി സമയം തരണമെന്നാവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ അത് സംഭവിച്ചേക്കാമെന്ന പ്രതീക്ഷ കൂടി കേന്ദ്രത്തിനില്ലേ, കേരളത്തിനില്ലേ? അതായത് തീർച്ചയായിട്ടും, അതായത് ഈ സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് എന്നതിന്റെ ഒരു ആക്ഷൻ പ്ലാൻ അത് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നതിലൂടെ മാത്രമേ അങ്ങനെ ഒരു സാധ്യതയ്ക്ക് വഴി തുറക്കാൻ, എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനൊരു സാഹചര്യം ഒരുങ്ങുക, അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ അതെങ്ങനെ അവിടെ നടപ്പിലാക്കുമെന്ന കാര്യം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുന്നതിലൂടെ ആയിരിക്കും. അതിൽ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മുൻഗണന കൊടുക്കുക, അതായത് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതടക്കം ഈ പുനരധിവാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ചെയ്തു തീർക്കേണ്ട
കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിക്കുന്ന ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറി അത് കേന്ദ്രം പരിശോധിച്ച് അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന ഒരു അറിവിലൂടെ മാത്രമേ അങ്ങനെ ഒരു സമയം നീട്ടി നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇപ്പോൾ അതിന്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ട് എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഉന്നതതല യോഗത്തിൽ ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യപ്പെടുക. അതായത് മാർച്ച് 31 എന്നുള്ള സമയപരിധി നീട്ടി നൽകിയില്ല എങ്കിൽ എങ്ങനെ ഈ പണം വിനിയോഗിക്കണം, അങ്ങനെ സമയം നീട്ടി നൽകിയാൽ എങ്ങനെ വേണം കാര്യങ്ങൾ ചെയ്യാൻ, ഈ രണ്ട് സാധ്യതകളെക്കുറിച്ചും വിശദമായി തന്നെ നാളത്തെ ഉന്നതതല യോഗത്തിൽ ചർച്ച നടക്കും. ഏതായാലും നിർണായകമായ ദിവസമാണ് നാളെ. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കേന്ദ്രത്തിൻ്റെ പണം ലഭിക്കും, പക്ഷേ അത് എങ്ങനെ വിനിയോഗിക്കണം എന്ന കാര്യത്തിലാണ് ഇനി സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കേണ്ടത്. സമയബന്ധിതമായി ആ പണം വിനിയോഗിച്ചില്ലെങ്കിൽ, മാർച്ച് 31-നകം അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ പണം നഷ്ടപ്പെടാനുമുള്ള സാഹചര്യം ഇപ്പോൾ കേന്ദ്രം അത്തരത്തിൽ മാനദണ്ഡമായി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായ മറ്റൊരു വിവാദമാണ് തരൂരിൻ്റെ CPM BJP പ്രശംസ, മോദി പ്രശംസ. ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ ഇന്ന് വിശദീകരണവുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ്. താൻ UDF-നെയോ ഉമ്മൻചാണ്ടിയോ PK കുഞ്ഞാലിക്കുട്ടിയെ മറന്നുകൊണ്ടല്ല അഭിപ്രായ പ്രകടനം നടത്തിയതെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. CPM അടുത്ത കാലത്ത് വരുത്തിയ നയം, അതിൻ്റെ മാറ്റം, അതിൻ്റെ ഗുണഫലം കേരളത്തിനുണ്ടായെന്ന് പറഞ്ഞു വെക്കാനാണ് ശ്രമിച്ചത്. സാങ്കേതിക വിദ്യയ്ക്കും വ്യവസായ വളർച്ചയ്ക്കും പിന്തിരിഞ്ഞു നിൽക്കുന്ന നിലപാടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ CPM-നുണ്ടായിരുന്നത്. ഇതിൽ CPM മാറ്റം വരുത്തിയത് കേരളത്തിന് ഗുണം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു താൻ ലേഖനത്തിലൂടെ ചെയ്തത് എന്നും തരൂർ പറയുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൽ വ്യവസായ വിവര സാങ്കേതിക വിദ്യാ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന PK കുഞ്ഞാലിക്കുട്ടി നേതൃത്വത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും കേരളത്തിന് കാതലായ വളർച്ച നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നും തരൂർ പോസ്റ്റിൽ വിശദീകരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് നടത്തിയത് AK ആന്റണി സർക്കാരിൻ്റെ കാലത്ത് PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നുവെന്നും തരൂർ പറയുന്നു. തരൂരിനെതിരെ കഴിഞ്ഞ ദിവസം VD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ എന്നിവർ വിമർശനവുമായി രംഗത്ത് വന്നു. KC വേണുഗോപാലും വിമർശനം ഉന്നയിച്ച പശ്ചാത്തലമുണ്ടായി. മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം പറഞ്ഞ സാഹചര്യം എന്ന് പറയുന്നത് നേതൃത്വം പറയുന്നതാണ്. നേതാക്കൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാകാം, പക്ഷേ നേതൃത്വം പറയുന്നതാണ് ഏറ്റവും പ്രധാനം. അതാണ് പാർട്ടിയുടെ അന്തിമ വാക്ക് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഈ തരൂരിൻ്റെ നിലപാട് കോൺഗ്രസ് പാർട്ടിയെ വല്ലാത്ത ഒരു ഡയലമയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. CPM ഈ വിഷയം വലിയ ചർച്ചയാക്കുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെ തരൂർ ലേഖനത്തിലെ ഉള്ളടക്കത്തെ വിശദീകരിക്കുന്നുണ്ടെങ്കിലും വിവാദം അടങ്ങില്ലെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഉൾപ്പെടെ തരൂരിൻ്റെ നിലപാടിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് സൂചന. സംസ്ഥാനത്തു നിന്നുള്ള ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ തരൂരിനെതിരെ നടപടി ആവശ്യപ്പെടുമ്പോഴും തിടുക്കത്തിൽ അത് വേണ്ട എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. അതേസമയം തരൂരിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളെ ഏറെ ഗൗരവത്തോടെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം നിരീക്ഷിക്കുന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടി സജ്ജമാകുന്നതിനിടെ ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ലേഖനത്തിലൂടെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ പങ്കുവച്ച നിലപാട് പാർട്ടിയെ വെട്ടിലാക്കുന്നതാണെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം നേതാക്കൾ. മുൻപും ഇടതനുകൂല നിലപാടുകൾ തരൂർ സ്വീകരിച്ചതും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാരിനെ വിമർശിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നിരിക്കെ അത് അവഗണിച്ചുകൊണ്ട് വികസന വിഷയം ചൂണ്ടിക്കാണിച്ച് ഇടത് സർക്കാരിനെ പുകഴ്ത്താനുള്ള നീക്കം നടത്തുന്നത് പാർട്ടി നിലപാടിന് വിരുദ്ധമാണെന്ന വിമർശനമാണ് K മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉന്നയിക്കുന്നത്. തരൂരിനെതിരെ കടുത്ത നടപടി വേണമെന്ന് ഹൈക്കമാൻഡിനോട് സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തിടുക്കത്തിൽ ഒരു നടപടിക്ക് മുതിർന്നേക്കില്ലെന്നാണ് സൂചന. തരൂരിനെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും ദേശീയ നേതൃത്വത്തിനുണ്ട്. അതേസമയം ലേഖനം വിവാദമായ പശ്ചാത്തലത്തിൽ പാർട്ടി നേതൃത്വത്തിന് തരൂർ ഔദ്യോഗികമായി വിശദീകരണം നൽകിയേക്കുമെന്നാണ് സൂചന. വിയോജിപ്പറിയിച്ച സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളടക്കം രംഗത്തെത്തുമ്പോഴും ലേഖനത്തിൽ എഴുതിയ അതേ നിലപാടിൽ തരൂർ ഉറച്ചു നിൽക്കുന്നതാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. വികസനത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ ശശി തരൂർ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്ന അഭ്യൂഹവും കോൺഗ്രസ് ക്യാമ്പിൽ സജീവമാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാന്, നമുക്കറിയാം കേന്ദ്രത്തിൽ BJP-യുമായും കേരളത്തിൽ CPM-ഉമായും കോൺഗ്രസ് നടത്തുന്ന വലിയ പോരാട്ടം, അത് ഓരോ വിഷയങ്ങളും അടുത്ത കാലത്തായി ആയുധമാക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സംസ്ഥാന CPM സർക്കാരിൻ്റെ വികസന നയങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴും എതിരഭിപ്രായങ്ങൾ പറയുന്നൊരു പാർട്ടി കൂടിയാണ് കോൺഗ്രസും അതിന് നേതാക്കന്മാരുമൊക്കെ. അവിടെയാണ് തരൂർ വ്യത്യസ്തമായ അഭിപ്രായവുമായി രംഗത്ത് വരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും തരൂരിൻ്റെ ഈ അഭിപ്രായം, അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്, കോൺഗ്രസിനെ എത്തിച്ചിരിക്കുന്നത് വല്ലാത്ത ഒരു പ്രശ്നത്തിലാണ്. അവരെങ്ങനെ ഇത് വിശദീകരിക്കുമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ് എന്ന് വേണം കരുതാൻ.
രഞ്ജിത്ത്, അതായത് തരൂർ പറയുന്നത്, അല്ലെങ്കിൽ തരൂരുമായി ബന്ധമുള്ള കേന്ദ്രങ്ങൾ പറയുന്നത്, അദ്ദേഹം രാഷ്ട്രീയത്തിന് അതീതമായി ഉള്ള ഒരു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. അത് കേവലം CPM പ്രവർത്തകരെയോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെയോ BJP പ്രവർത്തകരെയോ അങ്ങനെ ലക്ഷ്യമിട്ടുകൊണ്ടല്ല. രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന വികസനം വരണം, അവിടെ രാഷ്ട്രീയം പ്രസക്തമാകരുത്, അതിനപ്പുറത്തേക്ക് വികസനം തന്നെയായിരിക്കണം പ്രസക്തമായി മാറേണ്ടത് എന്ന ചിന്തയുള്ള ഒരു വലിയ സമൂഹം വളർന്നു വരുന്നുണ്ട്. ആ സമൂഹത്തെ ലക്ഷ്യമാക്കിയാണ് തരൂർ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെന്നാണ്. പക്ഷേ കോൺഗ്രസ് അതിനെ അങ്ങനെയല്ല കാണുന്നത്. കാരണം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി തെരഞ്ഞെടുപ്പിലടക്കം വലിയ പോരാട്ടം തിരുവനന്തപുരത്ത് ഉൾപ്പെടെ നടത്തി വിജയിച്ചു വന്ന ശശി തരൂർ അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കമായി മാറുമെന്നൊരു വിലയിരുത്തലാണ് ഒരു വിഭാഗം നേതാക്കൾ. കാരണം കേന്ദ്രത്തിനെതിരെയും ഡൽഹിയിലും സംസ്ഥാനത്ത് CPM-നെതിരെയും പോരാട്ടം നടത്തുന്ന UDF-നെ അല്ലെങ്കിൽ കോൺഗ്രസിനെ തരൂർ നടത്തിയ ഈ പ്രസ്താവന വെട്ടിലാക്കിയിരിക്കുകയാണെന്നൊരു വിലയിരുത്തൽ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. അക്കാര്യം തന്നെയാണ് ഹൈക്കമാൻഡ് നേതൃത്വത്തെ അടക്കം അവർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ദേശീയ നേതൃത്വം അങ്ങനെ തിടുക്കത്തിൽ ഒരു നടപടിയിലേക്കൊന്നും കടക്കില്ല. ഔദ്യോഗികമായി തരൂരിനോട് ഒരു വിശദീകരണം ചോദിച്ചതായും ഇതുവരെ നമുക്കറിവില്ല. പക്ഷെ തരൂർ തന്നെ ആ വിശദീകരണം ഔദ്യോഗികമായി ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ മുന്നോടിയായി തന്നെ കാണേണ്ടി വരും അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന ഈ വിശദാംശങ്ങളിലെ ഈ ലേഖനത്തിലെ വിശദാംശങ്ങൾ. അതായത് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത് UDF സർക്കാരിന്റെ കാലത്ത് ചെയ്ത നേട്ടങ്ങളെ അദ്ദേഹം ഇകഴ്ത്തി കാണുന്നില്ല, അല്ലെങ്കിൽ അതിനെ പരാമർശിക്കാതിരിക്കുന്നില്ല. അതൊക്കെ ഒരു യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കെ ഈ വികസന വിഷയങ്ങളിൽ രാഷ്ട്രീയം കലർത്തേണ്ട എന്ന ഒരു നിലപാട് താൻ സ്വീകരിച്ചുവെന്നാണ്. ഒരുപക്ഷെ ഇപ്പോൾ മാത്രമല്ല തരൂർ ഇങ്ങനൊരു പ്രസ്താവന നടത്തുന്നത്. നേരത്തെയും സമാനമായ തരത്തിൽ നടത്തിയിട്ടുള്ള ശശി തരൂരിന്റെ പ്രസ്താവനകൾ ഏറെ വിവാദമായിട്ടുണ്ട്. കോൺഗ്രസിനുള്ളിൽ അത് സജീവമായ ചർച്ചകൾക്ക് വഴിവെക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അതിനപ്പുറത്തേക്ക് മറ്റെന്തോ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കം നടത്തുന്നതെന്ന് വരെ കോൺഗ്രസിനുള്ളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ തരൂർ ക്യാമ്പ് അത് പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. അങ്ങനെ ഒരു നീക്കങ്ങളുമില്ല. അദ്ദേഹം വികസന വിഷയങ്ങൾക്ക് മുൻഗണന നൽകണം, അവിടെ കൊടിയുടെ നിറം അതിന് തടസ്സമാകരുത്, ഈ ഒരു നിലപാട് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു പ്രസ്താവന നടത്തിയതെന്ന് മാത്രമാണ് തരൂരുമായി ബന്ധമുള്ള കേന്ദ്രങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പക്ഷെ അപ്പോഴും നടപടി വേണമെന്നുള്ള ആവശ്യം പാർട്ടിയിലെ ഒരു വലിയ വിഭാഗത്തിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ ഇതിനു മുൻപും സമാനമായ പല നിലപാടുകളും തരൂർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തരൂർ പ്രശംസിക്കുന്നത് AK ആന്റണിയെയും PK കുഞ്ഞാലിക്കുട്ടിയെയും ഒക്കെയാണ്. ലീഗിലും ഇതുമായി ബന്ധപ്പെട്ട അസംതൃപ്തിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാത്രം തീരുന്നൊരു പ്രശ്നമായി പാർട്ടിയിൽ ഇത് മാറുമോ? ഹൈക്കമാൻഡ് കുറച്ചുകൂടി തരൂരിനെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിൽ മാത്രമല്ല, മോദിയുടെ US വിസിറ്റിനെയും തരൂർ അനുകൂലിച്ചിട്ടുണ്ട്. അതിൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുമെന്നൊക്കെ പറയുമ്പോൾ അവിടെയും അത് പ്രശ്നമാണ്, കേന്ദ്രത്തിലും പ്രശ്നമാണ്. കാരണം മോദിക്കെതിരെ വലിയ അറ്റാക്ക് നടത്തുന്ന ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മറ്റും. അതായത് തരൂരിനെ പ്രകോപിപ്പിച്ച് അത് BJP-ക്കോ CPM-നോ ഒരു ആയുധമാക്കി മാറ്റേണ്ട കാര്യമില്ല എന്നൊരു നിലപാട് കൊണ്ടാണ് അങ്ങനെ ഒരു കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും ഹൈക്കമാൻഡ് നേതൃത്വം കടക്കാത്തത്. കാരണം മോദിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ US സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ശശി തരൂരിന്റെ പ്രസ്താവനയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിശദീകരണം ചോദിച്ചാൽ അത് BJP കേന്ദ്രങ്ങൾ ഏറ്റുപിടിക്കും. സംസ്ഥാനത്തെ ഇടത് സർക്കാരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടാൽ അത് CPM കേന്ദ്രങ്ങൾ ഏറ്റുപിടിക്കും. അപ്പോൾ തരൂർ വളരെ ടാക്ടിക്കലായിട്ടാണ് ഈ ലേഖനത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. ആർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണം ആവശ്യപ്പെട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു സാഹചര്യം വന്നാലും അത് എതിർചേരി മറുവിഭാഗം കോൺഗ്രസിനെതിരെ ആയുധമാക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് തിടുക്കത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊന്നും കടക്കേണ്ടെന്ന നിലപാടിൽ നേതൃത്വം ഉറച്ചു നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം അദ്ദേഹം നടത്തിയ ഈ അഭിപ്രായ പ്രകടനത്തോടുള്ള വിയോജിപ്പ് കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ അദ്ദേഹത്തെ അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ലേഖനങ്ങൾ എഴുതുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന തരത്തിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കാനാണ് സാധ്യത. തീർച്ചയായും ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അതേസമയം പാർട്ടിയെയും മുന്നണിയെയും ഇതാദ്യമായല്ല തരൂരിൻ്റെ പ്രസ്താവനകൾ പ്രതിസന്ധിയിലാക്കുന്നത്. പല ഘട്ടങ്ങളിലും ഇതിനു മുൻപും ഇത്തരം പ്രസ്താവനകൾ തരൂരിൽ നിന്നുണ്ടായിട്ടുണ്ട്. അത് നോക്കാം. തരൂരും വിവാദങ്ങളും. പാർട്ടിയെയും മുന്നണിയെയും തരൂർ പ്രതിസന്ധിയിലാക്കിയ നിരവധി സന്ദർഭങ്ങളുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം കത്തി നിൽക്കുന്ന സമയം, കേരളത്തിൽ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി നിരവധി കൂട്ടായ്മകൾ, കോഴിക്കോട് മുസ്ലിം സംഘടനകളുടെ യോഗത്തിനെത്തിയ തരൂർ ഹമാസ് തീവ്രവാദ സംഘടനയെന്ന് നിലപാടെടുത്തു. കേരളത്തിൽ ഇടതു വലതു നേതൃത്വങ്ങൾ ഹമാസ് അനുകൂല നിലപാടെടുക്കുമ്പോഴായിരുന്നു ഈ പ്രസ്താവന എന്നതാണ് ശ്രദ്ധേയം. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധമുയർന്നിട്ടും തരൂർ നിലപാട് മാറ്റിയില്ല.
ഏകീകൃത സിവിൽ കോഡിനെതിരെയാണ് കോൺഗ്രസിന്റെ ദേശീയ നിലപാട് പോലും. പക്ഷേ അതത്ര മോശം ആശയമല്ലെന്ന് പരസ്യമായി പറയാൻ തരൂർ മടിച്ചില്ല. കേരളത്തിൽ LDFും UDFും തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറാനുള്ള തീരുമാനത്തെ എതിർത്തു. പക്ഷേ തിരുവനന്തപുരം MP കൂടിയായ തരൂർ കേന്ദ്ര തീരുമാനത്തെ പരസ്യമായി പിന്തുണച്ചു. തരൂരിന്റെ ഈ നീക്കം വിശദീകരിക്കാൻ കോൺഗ്രസ് പാടുപെട്ടു. കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ തീരുമാനം ദേശീയ തലത്തിൽ പ്രതിപക്ഷം ശക്തമായി ഉയർത്തിക്കാട്ടി. എന്നാൽ തീരുമാനം മികച്ചതെന്നായിരുന്നു തരൂരിന്റെ നിലപാട്. പാഠപുസ്തകങ്ങളിലൂടെ BJP രാഷ്ട്രീയ പ്രചരണം നടത്തുന്നുവെന്ന് കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ നിലപാടെടുത്ത സമയം. പക്ഷേ ഗോൾവൽക്കറുടെയും സവർക്കറുടെയും ജീവചരിത്രം പാഠപുസ്തകത്തിന്റെ ഭാഗമാക്കിയതിൽ തെറ്റില്ലെന്ന് ശശി തരൂർ പറഞ്ഞു. കോൺഗ്രസിൽ നെഹ്റു കുടുംബത്തിന്റേതാണ് അവസാന വാക്ക്. സോണിയാഗാന്ധിക്ക് പകരം പുതിയ അധ്യക്ഷനുണ്ടാവണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കത്തയച്ചവരുടെ മുൻനിരയിൽ തരൂരുണ്ടായിരുന്നു. തീർന്നില്ല, അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനും തരൂർ ധൈര്യം കാട്ടി. വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയ തരൂരിന്റെ നിലപാടാണ് ഇപ്പോൾ ചർച്ചയെങ്കിൽ സംസ്ഥാന സർക്കാരിനെ തരൂർ മുമ്പ് പുകഴ്ത്തിയ ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുമ്പോഴും പിണറായി വിജയനെ വരെ പുകഴ്ത്താനും തരൂർ തയ്യാറായിട്ടുണ്ട്. എതിർചേരിക്ക് ആയുധം നൽകുന്ന ഈ വിവാദ നീക്കങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം തരൂരിന്റെ പുതിയ രാഷ്ട്രീയ നീക്കമാണിതെന്ന് വ്യാഖ്യാനങ്ങളുണ്ടായി. ഇത്തവണയും തരൂർ ഇടതുപക്ഷവുമായി അടുക്കുന്നുവെന്ന ചർച്ചകൾ സജീവമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സിനിമാ സമരം സംബന്ധിച്ച് വിവാദം പുതിയ തലത്തിലേക്ക്. നിർമ്മാതാക്കളുടെ സംഘടനയിൽ പ്രശ്നങ്ങളില്ലെന്നും സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും വേണ്ടപ്പെട്ടവരാണെന്നുമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാട്. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന നിലപാടിലെ വിമർശനം ശക്തമാണ്. ജൂൺ 1 മുതൽ ആരംഭിക്കാനിരിക്കുന്ന സമരപ്രഖ്യാപനത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലിസ്റ്റിൻ സ്റ്റീഫന്റെ വാർത്താ സമ്മേളനമാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഖജാൻജി കൂടിയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ. അദ്ദേഹം ഈ പ്രശ്നമൊന്ന് മയപ്പെടുത്താൻ ശ്രമിച്ചു. ആന്റണി പെരുമ്പാവൂരുമായും സുരേഷ് കുമാറുമായും സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തീരുന്ന പ്രശ്നങ്ങൾ മാത്രമാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? അതിനുശേഷം എന്തെങ്കിലും ചർച്ചകളോ എന്താണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? രഞ്ജിത്ത്, ജൂൺ 1-ാം തീയതി സിനിമാ സമരവുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം, അത്തരം പ്രഖ്യാപനങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിഞ്ഞിട്ടല്ല എന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്നലെ പറയാതെ പറയുകയുണ്ടായി. പെർട്ടിക്കുലറായിട്ട് ജൂൺ 1 എന്നൊരു ദിവസം പറഞ്ഞിട്ടില്ല. ജൂൺ മാസത്തിൽ സമരം ആരംഭിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കാനുള്ള കൂടുതൽ നടപടികളിലേക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കടന്നേക്കും. അത്തരം ചർച്ചകൾ ഉണ്ടാകുമെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ സൂചിപ്പിക്കുകയുണ്ടായി. അത് മാത്രമല്ല, ആന്റണി പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ട സുരേഷ് കുമാറിന്റെ തർക്കം രണ്ട് ഭാഗത്തെയും ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ്. അതായത് ആന്റണി പെരുമ്പാവൂരിന് ഒരു പക്ഷേ വൈകാരികമായി ആ സമയത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നിയിരിക്കുക, അതിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കാം അത്തരത്തിൽ കണ്ടത്. 140 കോടി രൂപയുടെ സിനിമ റിലീസ് ചെയ്യാനൊരുങ്ങുന്നു, അല്ലെങ്കിൽ അതിന് അത്രയും നിർമ്മാണ ചെലവ് ഉണ്ടാകുന്നു എന്നുള്ള സൂചനകളൊക്കെ വന്നത്. അത് അത്തരം കാര്യങ്ങൾ ചോദിക്കാൻ സുരേഷ് കുമാറിനെ ആരാണ് ചുമതലപ്പെടുത്തിയത് എന്ന് പറഞ്ഞത് അത്തരത്തിലാകാം. പക്ഷേ ഒരു സംഘടനയ്ക്കുള്ളിൽ പറയേണ്ടുന്ന കാര്യങ്ങൾ പുറത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് പോസ്റ്റ് ഇടുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് വഴിവെക്കുകയും ചെയ്ത ശേഷം സംഘടന ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു നിലപാടിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം അതിശയകരമാണ്. കാരണം നേരത്തെ ഉണ്ടായ ഇത്തരം പ്രശ്നങ്ങളിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് ഇടയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത് ഒന്നുകിൽ അവർക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തോ അതല്ലെങ്കിൽ അവരെ പുറത്താക്കിയുള്ള നിലപാടാണ് എന്ന് സൂചിപ്പിക്കുമ്പോഴും ഇവിടെ എന്തുകൊണ്ടാണ് സുരേഷ് കുമാർ ആയാലും സുരേഷ് കുമാർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയാതെയാണ് ഇത്തരത്തിൽ ജൂൺ 1-ാം തീയതി ഒരു സമരം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുമ്പോഴും, അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്തരം കമന്റുകൾ വരികയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്കെതിരെയുള്ള കമന്റുകൾ വരികയും ചെയ്യുമ്പോൾ സംഘടനയ്ക്കെതിരെ പരസ്യമായി പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ താരങ്ങൾ ആന്റണി പെരുമ്പാവൂരിന് പിന്തുണ നൽകുകയും അതുപോലെ സുരേഷ് കുമാറിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്നലെ വാർത്താ സമ്മേളനം വിളിക്കുന്നത്. പക്ഷേ ലിസ്റ്റിൻ സ്റ്റീഫൻ സംഘടനയുടെ ട്രഷറർ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ വ്യക്തിപരമായ നിലയിലും രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇതിൽ അഭിപ്രായങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഒരു മേശയ്ക്ക് ഇരുവശവും ഇരുന്ന് ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇവർ തമ്മിലുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോഴും അത്തരം ഒരു ചർച്ചയ്ക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് തയ്യാറായിട്ടുണ്ടോ അല്ലെങ്കിൽ അത് അത്തരം ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം
ഈ ലിസ്റ്റ് സ്റ്റീഫൻ വ്യക്തിപരമായി രണ്ടുപേരോട് സംസാരിച്ചു എന്നുള്ളതല്ലാതെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അങ്ങനെ ഒരു ചർച്ച നടന്നില്ല എന്ന് തന്നെയാണ് ഇന്നലെ ലിസ്റ്റ് സ്റ്റീഫൻ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ജൂൺ 1-ാം തീയതി മുതൽ സമരം ആരംഭിക്കുമ്പോഴും OTT പ്ലാറ്റ്ഫോമുകൾ മലയാള സിനിമയെ കൂടുതൽ ഏറ്റെടുക്കുന്നില്ല എന്നൊരു പരാതിയും അതല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ള സാധ്യത പരിശോധിച്ചപ്പോഴാണ് ജനുവരിയിൽ റിലീസായ സിനിമകളുടെ ലിസ്റ്റ് എടുത്തതും. ജനുവരി റിലീസായ സിനിമകളിൽ മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ ആക്ടർ എന്ന് പറയുന്നത് ടോവിനോ തോമസ് ആണ്. അതുകൊണ്ടാണ് ടോവിനോ തോമസിന്റെ സിനിമ വിമർശനത്തിന് സാഹചര്യമുണ്ടായി. ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമയ്ക്ക് 30 കോടി ചെലവാക്കി 3 കോടിയാണ് കളക്ഷൻ ലഭിച്ചത്. ആ ഒരു സാഹചര്യം ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ടോവിനോയുടെ പേര് സൂചിപ്പിക്കേണ്ടി വന്നത്. അതല്ലാതെ വ്യക്തിപരമായോ അതല്ലെങ്കിൽ ആ നടനോട് പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രശ്നമുണ്ടായിട്ടല്ല എന്ന് ലിസ്റ്റ് സ്റ്റീഫൻ എടുത്തു പറയുകയുണ്ടായി. പക്ഷെ താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം എന്നൊരു നിർദ്ദേശം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുമ്പോഴും അതിനെതിരെ താരങ്ങളല്ലാതെ തന്നെ സിനിമാ പ്രവർത്തകർ ഒരുപാട് പേര് രംഗത്തെത്തിയിട്ടുണ്ട്. സുരേഷ് കുമാർ താരങ്ങളെ വെച്ച് പണം ഉണ്ടാക്കിയിട്ടില്ലേ, അതല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു നടൻ അവരുടെ ഐഡന്റിറ്റിയിൽ ഇറങ്ങുന്ന സിനിമ പരാജയപ്പെടുമ്പോൾ അത് നടന്റെ പരാജയവും സിനിമ വിജയിക്കുമ്പോൾ അത് നിർമ്മാതാവിന്റെ വിജയമാകുന്നത് എങ്ങനെയാണ് തുടങ്ങിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ഒരു താരത്തിന് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് അവർക്ക് എത്ര പ്രതിഫലം വാങ്ങാമെന്ന് സ്വയം തീരുമാനിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാക്കിയെടുക്കുന്ന സാഹചര്യത്തിലാണ് അവരെ വെച്ചിട്ടൊരു പ്രൊഡ്യൂസർ സിനിമ പ്ലാൻ ചെയ്യുന്നത്. ഇത് പ്രൊഡ്യൂസർ തന്നെ ആണ് ഒരു സിനിമയുടെ കഥ കേട്ട് അതിനുശേഷം സിനിമ ഡിസൈഡ് ചെയ്യുന്നതും അതിലുള്ള ആക്ടേഴ്സിനെയും ഡിസൈഡ് ചെയ്യുന്നതും പ്രൊഡ്യൂസറും സംവിധായകനും കൂടിയാണ്. ഇന്ന ആക്ടർ തന്നെ വേണം അല്ലെങ്കിൽ ഇന്ന നടി തന്നെ വേണം എന്ന് പ്രൊഡ്യൂസറോ അതല്ലെങ്കിൽ സംവിധായകനോ ഡിമാൻഡ് ചെയ്യുമ്പോൾ അത് അവർക്ക് ആ കരിയറിൽ ഉണ്ടാക്കിയ അവരുടെ വാല്യൂ കൂടി ആഡ് ചെയ്തിട്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ള നിരീക്ഷണം കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കൽ എന്നുള്ളത് അത് അവർ സ്വയം തീരുമാനിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമാണെന്ന് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ പലയിടങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും നിർമ്മാതാക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സ്വാരസ്യം, അഭിപ്രായ വ്യത്യാസം അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ജൂൺ 1 മുതലാണ് സമരം ഉണ്ടാകും എന്ന് സുരേഷ് കുമാർ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. നമുക്ക് കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം വളരെ പെട്ടെന്ന് ഒരിടവേളയ്ക്ക് ശേഷം. തൃശൂർ ചാലക്കുടിയിലെ ബാങ്ക് കൊള്ളയിൽ പ്രതിയെ പിടികൂടാനാകാത്ത പോലീസ്. ഏതാണ്ട് 36 മണിക്കൂറുകൾ പിന്നിടുകയാണ് ഈ കൊള്ള നടന്നിട്ട്. പക്ഷേ അതിവിദഗ്ധമായി ഈ മോഷ്ടാവ് പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് നടക്കുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എറണാകുളം ജില്ല വിട്ടുപോയിട്ടുണ്ടാവില്ല ഇയാൾ എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ വിപുലമായ പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരികൾ ആജ്ഞ പോലീസിനെ ആകെ കുഴപ്പിച്ച ഒരു മോഷണമാണ്. കാരണം കൺമുന്നിൽ പട്ടാപ്പകൽ മോഷണം നടത്തുന്നു, ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി കത്തിയോ കാട്ടി അതിനുശേഷം ലക്ഷങ്ങളുമായി കടക്കുന്നു. ഇത്രയും ദിവസമായിട്ടും ഇത്രയും സമയമായിട്ടും പോലീസിന് യാതൊരു വിവരവുമില്ല. ഏത് തലത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? പ്രത്യേക സംഘമൊക്കെ രൂപീകരിച്ചിരുന്നല്ലോ. രഞ്ജിത്ത്, 25 അംഗ അന്വേഷണ സംഘമാണ് ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനായി രൂപീകരിച്ചിരിക്കുന്നത്. ചാല പോട്ട ഫെഡറൽ ബാങ്കിന്റെ ശാഖയിലാണ് ഈ മോഷണം നടന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പ്രതി കഴിഞ്ഞ ദിവസം എറണാകുളത്തേക്ക് വന്നു എന്നായിരുന്നു മധ്യമേഖല DGP ഹരിശങ്കർ അങ്ങനെയായിരുന്നു മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെയായിരുന്നു. അതേസമയം ഇവിടെ നിന്നും അതായത് ഡയറക്ഷൻ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ഈ മോഷ്ടാവ് അങ്ങനെ ചെയ്തത് എന്നാണ് DGP കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയത്. അങ്ങനെയാണ്. അതിനുശേഷം ഇവിടെ നിന്നും അയാൾ പാലക്കാടേക്കും മലപ്പുറത്തേക്കുമുള്ള വടക്കൻ ജില്ലകളിലേക്ക് പോയി എന്നും പോലീസ് കരുതുന്നുണ്ട്. അതേസമയം അതിർത്തി ജില്ലകളിൽ എത്തിയ ശേഷം അത് അന്യ സംസ്ഥാനത്തേക്ക് കടന്നു എന്നുള്ള ഒരു നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ
തന്നെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണത്. എറണാകുളം ജില്ലയിൽ മാത്രമല്ല മറ്റു ജില്ലകളിൽ കൂടിയും സംസ്ഥാനത്ത് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മിനിയാന്ന് ഉച്ചയ്ക്ക് 2:15 കൂടിയാണ് ഈ മോഷണം നടക്കുന്നത്. അത് 2.5-3 മിനിറ്റിനുള്ളിൽ മോഷണം നടത്തി പ്രതി പുറത്തേക്ക് എത്തി എന്നുള്ള കാര്യമാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. കാരണം 47 ലക്ഷം രൂപ കൗണ്ടറിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും 5 ലക്ഷത്തിന്റെ 3 കെട്ടുകൾ മാത്രമാണ് അക്രമി എടുത്തത്. ജാക്കറ്റും അതുപോലെ ഗ്ലൗസും ഹെൽമെറ്റും ഒക്കെ ധരിച്ച് അയാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത തരത്തിലുള്ള രൂപത്തിലായിരുന്നു അവിടെ എത്തിയിരുന്നത്. ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പതിയരുത് എന്നുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുത്ത് തന്നെയാണ് അക്രമി മോഷ്ടാവ് ഈ ബാങ്കിലെത്തിയത്. ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുന്ന ഒരു സാഹചര്യവും സമയമൊക്കെ കണക്ക് കൂട്ടി തന്നെയായിരുന്നു അവിടെ എത്തിയിരുന്നത്. ജീവനക്കാർ മാത്രമായിരുന്നു ആ സമയത്ത് ബാങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും വ്യക്തതയുണ്ട്. അത് മാത്രമല്ല ഈ ഒരു കൃത്യസമയത്ത് അവിടെ എത്തുമ്പോൾ ഈ ചാലക്കുടി പൂട്ട ഫെഡറൽ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒറ്റപ്പെട്ട ഒരു ഇടമല്ല. അതിന് തൊട്ടടുത്തു കൂടി തന്നെ നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ പോകുന്നുണ്ട്. അതിനോട് ചേർന്നുള്ള റോഡ് തന്നെയാണ്. എപ്പോഴും അവിടെ സഞ്ചാരം ഉള്ള അല്ലെങ്കിൽ വാഹനങ്ങൾ എപ്പോഴും പോകുന്ന ആളുകൾ എപ്പോഴും പോകുന്ന തിരക്കുള്ള ഒരു റോഡ് തന്നെയാണ്. ആ റോഡിൽ ഉള്ള ഒരു ബിൽഡിങ്ങിൽ ഇത്തരത്തിലുള്ളൊരു മോഷണ അരങ്ങേറാനുള്ള സാഹചര്യം എത്തരത്തിലുണ്ടായി എന്ന് തന്നെയാണ് പോലീസ് നിരീക്ഷിക്കുന്നത്. ജീവനക്കാരുടെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ജീവനക്കാരുടെ ആരുടെയെങ്കിലും സഹായം ബാങ്കിൽ നിന്നും അക്രമിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം വ്യാപകമാക്കിയിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ് പോലീസ്. എങ്കിലും ഈ ഒറ്റയ്ക്കാണ് ഇയാൾ മോഷണം നടത്തിയത് നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. പക്ഷേ നേരത്തെ ആജ്ഞ പറഞ്ഞ സംശയമാണ് പ്രധാനം. ഈ ബാങ്കിൻ്റെ ആ സമയത്ത് 2-2:30 ഇടയ്ക്കുള്ള സമയത്ത് ജീവനക്കാർ അധികം ഉണ്ടാവില്ല. അവർക്ക് ആഹാരം കഴിക്കാൻ പോകുന്ന സമയമാണ്. ഈ കത്തി ചൂണ്ടി മാത്രം ആക്രമണം നടത്തുന്നു. ഇന്ന് 48 ലക്ഷം രൂപയിൽ 15 ലക്ഷം രൂപ മാത്രം മോഷ്ടിക്കുന്നു. അപ്പോൾ 3 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം നടത്തി സ്ഥലം വിടുന്നു. അപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള ആളാണ്, ബാങ്കിൽ നേരത്തെ വന്നിട്ടുള്ള ആളാകാം ഒരു പക്ഷേ. അങ്ങനെ ഒരുപാട് സാധ്യതകൾ പോലീസിന് മുന്നിലുണ്ട്. അപ്പോഴും എന്താണ് പ്രതിസന്ധി എന്നുള്ളതാണ്. ഹിന്ദി സംസാരിച്ചിരുന്നു എന്ന് പറയുന്നു. മലയാളിയാണോ അന്യനാട്ടുകാരനാണോ എന്ന കാര്യം അറിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ടല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഹിന്ദി സംസാരിച്ചിരുന്നു എന്നത് കൊണ്ട് തന്നെ അയാൾ അന്യസംസ്ഥാന തൊഴിലാളി ആകണമെന്നില്ല എന്നുള്ള നിരീക്ഷണത്തിൽ കൂടിയാണ് പോലീസ്. കാരണം അത് അന്വേഷണത്തിന്റെ ഡയറക്ഷൻ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഈ മോഷ്ടാവ് എടുത്ത ഒരു അത്തരത്തിൽ എടുത്ത ഒരു സൂചന മാത്രമാണ്. അതായത് പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്രമിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സമീപനം മാത്രമായിട്ടാണ് അതിനെ പോലീസ് കണക്കാക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളി എന്ന് പൂർണ്ണമായും തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ മറ്റുള്ള, അതായത് മലയാളികളായ സംശയം തോന്നിയ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് തന്നെയാണ് പോലീസ് അന്വേഷണം തുടരുന്നത്. അത് മാത്രമല്ല, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ജീവനക്കാരുടെ ആരുടെയും സഹായം ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ തന്നെ ബാങ്കിൽ നേരത്തെ വന്നുപോയിരുന്ന ആളാണ് എന്നുള്ള കാര്യം കൃത്യമാണ് പോലീസിന്. കാരണം നേരെ ഇദ്ദേഹം എത്തുന്നു, കസേര എടുത്ത് കൗണ്ടറിന്റെ ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കുന്നു, കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഈ പറഞ്ഞതുപോലെ കൗണ്ടറിൽ ഉണ്ടായിരുന്ന 15 ലക്ഷം രൂപ 3 കെട്ട് 5 ലക്ഷത്തിന്റെ 3 കെട്ട് നോട്ട് എടുത്തിട്ട് സ്ഥലം വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് വേണ്ടി വന്ന് 2:30 മുതൽ 3 മിനിറ്റ് വരെയുള്ള സമയമാണ്. ഈ സമയത്തിനുള്ളിൽ ഇത് തീർക്കാൻ ഒരു പ്രീ പ്ലാൻ ഇല്ലാതെ നടക്കില്ല എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത്. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് അക്രമി ബാങ്കിൽ എത്തിയിട്ടുള്ളത്, മോഷണം നടന്നിട്ടുള്ളതും. അതിനാരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട്, ഇയാൾ തനിച്ചാണോ, ഇത്തരം കാര്യങ്ങൾ കൂടി പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ജീവനക്കാരുടെ ഫോണുകളെല്ലാം, അതായത് ആ സമയത്ത് ബാങ്കിലുണ്ടായിരുന്ന ജീവനക്കാരുടെ ഫോണുകളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അതിന്റെ പരിശോധനയിലാണ് പോലീസുള്ളത്. അത് മാത്രമല്ല, CCTV ദൃശ്യങ്ങളിൽ ഈ അക്രമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് മാത്രമായിരുന്നു, അയാളെ സഹായിക്കാൻ പുറത്ത് ആളുണ്ടായിരുന്നോ, അതല്ലെങ്കിൽ അകത്തൊന്നും അന്നും അയാൾക്ക് സഹായം ലഭിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങൾ കൂടി പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. എന്തായാലും 25 അംഗ അന്വേഷണ സംഘമാണ് ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഈ അന്വേഷണ സംഘത്തിന്റെ അതായത് അന്വേഷണം കൂടുതലും ഇവിടേക്ക് വ്യാപിപ്പിക്കുക, സംസ്ഥാനത്തിന് പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള നീക്കം അതാണ് സാഹചര്യം. ഏതായാലും അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്തിന് പുറത്തേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരവും അങ്ങനെ തന്നെയാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 7ാം ദിവസത്തിൽ. കഴിഞ്ഞ ദിവസം ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കുന്നതിനൊപ്പം ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം.
ഡൽഹിയിൽ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഇപ്പോഴും ആകാംക്ഷ നിലനിൽക്കുകയാണ്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ BJP തുടരുന്നു എന്നുള്ള വിവരം ലഭ്യമാകുന്നു. കേന്ദ്ര നിരീക്ഷകർ MLA-മാരുമായി ചർച്ച നടത്തുന്നുണ്ട്. ദളിത് വിഭാഗത്തിൽ നിന്നോ ജാട്ട് വിഭാഗത്തിൽ നിന്നോ ഉള്ളയാളെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ER രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, ഒരുപാട് പേരുകൾ ചർച്ചയിലുണ്ട്. പക്ഷേ തീരുമാനം BJP-യുടേതാണ്, RSS-ൻ്റെതാണ്. എന്താണ് അവസാനവട്ട ചർച്ചകളുടെ വിശദാംശങ്ങൾ? രഞ്ജിത്ത്, അതുപോലെ തന്നെയാണ്. കാരണം ഒരുപാട് പേരുകളുണ്ട്, ഒപ്പം തന്നെ പുതിയ ചില പേരുകൾ കൂടി ചർച്ചയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ പ്രഖ്യാപനം മാത്രം ഉണ്ടായിട്ടില്ല. ഇന്നലെ വൈകിട്ട് ഏതായാലും JP നഡ്ഡ BJP ദേശീയ അധ്യക്ഷൻ ജനറൽ സെക്രട്ടറിമാരുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയിലും ഏതായാലും ഈ വിഷയത്തിൽ കാര്യമായ ചർച്ചകളിലേക്ക് പോയിട്ടില്ല. മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച് ഏതായാലും BJP സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു നടപടിക്രമമുണ്ട്. അതനുസരിച്ച് കേന്ദ്ര നിരീക്ഷകർ MLA-മാരുമായി ചർച്ച നടത്തും. ആ ചർച്ചയിലാണ് പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് അറിയേണ്ടത്. ശരിയാണത്. പക്ഷേ അതിനു മുൻപ് ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുക്കാറുണ്ട്. ആ തീരുമാനം നിരീക്ഷകർ പങ്കുവെക്കുന്നതാണ് പൊതുവെ പതിവ്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം ദളിത് വിഭാഗത്തിനോ അല്ലെങ്കിൽ ജാട്ട് വിഭാഗത്തിനോ ഉള്ള ഒരു നേതാവ്, ഒരു MLA മുഖ്യമന്ത്രിയാകണമെന്നാണ്. കാരണം ഡൽഹിയിലെ BJP വിജയത്തിൽ ജാട്ടുകളുടെ വോട്ട് നിർണായകമായിരുന്നു. ഏതാണ്ട് 48 MLA-മാരിൽ 12 പേർ ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഹരിയാനയിലൊക്കെ BJP സ്വീകരിച്ചു പോരുന്ന തന്ത്രം ജാട്ടിതര വോട്ടുകളെ ഏകീകരിച്ചുകൊണ്ടൊരു വിജയമാണ്. പക്ഷേ ഈ ഡൽഹിയിലെ വിജയത്തിന് ശേഷം ജാട്ട് നേതാക്കളുമായി അമിത്ഷാ ചർച്ച നടത്തിയിരുന്നു. ഒപ്പം അവരുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ജാട്ട് വിഭാഗത്തിനുള്ള നേതാവിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇത് കൂടാതെ കഴിഞ്ഞൊരു 2 തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ സംവരണ സീറ്റുകളിൽ BJP വിജയിക്കുന്നത് ആദ്യമായാണ്. മാത്രവുമല്ല, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ദുഷ്യന്ത് ഗൗതമിനെ മുഖ്യമന്ത്രിയാക്കണമെന്നൊരു ആഗ്രഹം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു. ഏതായാലും ദളിത് വിഭാഗത്തിൻ്റെ നേതാവിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവും ഒരു വിഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ജാട്ട് വിഭാഗത്തൊരു നേതാവ് വരികയാണെങ്കിൽ, അങ്ങനെയെങ്കിൽ പർവേഷ് സാഹിബ് സിംഗ് വർമ്മയ്ക്ക് സാധ്യത കൂടുതൽ തെളിയും. അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ ഏതായാലും മുഖ്യമന്ത്രി ചർച്ചകളിലുണ്ട്. ജാട്ട് വിഭാഗത്തൊരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും പർവേഷ് വർമ്മ തന്നെയായിരിക്കും മുമ്പിൽ. പക്ഷേ മറ്റു പല പേരുകളിലും ഈ ഘട്ടത്തിൽ ചർച്ച തുടരുകയാണ്. പ്രത്യേകിച്ച് ആശിഷ് സൂദിൻ്റെ പേര് ചർച്ചകളിലുണ്ട്. മുൻ അധ്യക്ഷന്മാരായ വിജേന്ദ്ര ഗുപ്ത, സതീഷ് ഉപാധ്യായ തുടങ്ങിയവരുടെ പേരുകളുണ്ട്. വനിതാ നേതാക്കളാണെങ്കിൽ ശിഖാറായുടെ പേരുണ്ട്, രേഖ ഗുപ്തയുടെ പേരുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ചയിലേക്ക് വരുന്നത് പവൻ ശർമ്മയുടെയും ഒപ്പം തന്നെ അജയ് മഹാവറിൻ്റെയും പേരുകളാണ്. അങ്ങനെ 6-7 പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്ന നിലയിൽ തന്നെ ചർച്ചകൾ സജീവമായി ഉണ്ട്. ഏതായാലും BJP നിലവിൽ 15 MLA-മാരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രിയും MLA-മാരും ഒപ്പം സ്പീക്കറെ അടക്കം തീരുമാനിക്കുക. അങ്ങനെ 9 പേർ, 7 പേരുടെ മുഖ്യമന്ത്രി അടക്കം 7 മന്ത്രിമാർ, ഒപ്പം തന്നെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, അങ്ങനെ 9 പേരായിരിക്കും ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുക എന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. ER രാഗേഷ് വിവരങ്ങൾ പങ്കുവച്ചു. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. മുസ്ലിം ലീഗിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന യൂത്ത് ലീഗ് നിലപാട് തള്ളി ലീഗ്. ഇപ്പോൾ തന്നെ ആവശ്യത്തിന് പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് ജനറൽ സെക്രട്ടറി PMA സലാം വ്യക്തമാക്കി. സോണിയാഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിൽ ആരുണ്ട് എന്ന ചോദ്യം PMA സലാം ഉന്നയിച്ചു. പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് വൃന്ദ കാരാട്ട് പോളിറ്റ് ബ്യൂറോയിൽ എത്തിയതെന്നും സലാം പറഞ്ഞു. ന്യൂസ് 18 Q18-ലായിരുന്നു സലാമിൻ്റെ പ്രതികരണം. നാസ വരെ സ്ത്രീകൾക്ക് പോകാം. മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് അങ്ങനെ ഒരു വനിതാ നേതാവ് വരണ്ട എന്ന് ലീഗ് കരുതി? ഇല്ലല്ലോ. ഏത് പാർട്ടിക്കാണുള്ളത്? നിങ്ങൾ എന്തിനാ മുസ്ലിം ലീഗിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? ഏറ്റവും വലിയ സ്ത്രീ സമത്വത്തിന് വേണ്ടി പോരാടുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര പേരുണ്ട്? ഇതുവരെ പ്രകാശ് കാരാട്ട് എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറും അഖിലേന്ത്യാ സെക്രട്ടറിയുമായ ഒരു വ്യക്തിയുടെ ഭാര്യയല്ലാതെ രണ്ടാമതൊരു സ്ത്രീ വന്നിട്ടുണ്ടോ? ഒറ്റ സ്ത്രീ. കോൺഗ്രസ്സിൽ സോണിയാജി അല്ലാതെ വേറൊരാൾ വന്നിട്ടുണ്ടോ? എല്ലാ പാർട്ടികളുടെ സ്ത്രീ എന്താ? പകുതിയിലധികം ജനസംഖ്യയിൽ മോർ ദാൻ 50% എന്ന് പറഞ്ഞാൽ പകുതിയിലധികം സ്ത്രീകളാണ്. ഏത് പാർട്ടിയുടെ MLA-മാരിലാണ് 50%? പോട്ടെ 25%, 10% സ്ത്രീകളുള്ളത്. CPM-ന് പക്ഷേ എത്രയോ വനിതാ മന്ത്രിമാരുണ്ടാകുന്നു. എത്രയോ എവിടെയാ? 20 മന്ത്രിമാരിൽ ഒരു സ്ത്രീ ഉണ്ടാവും. അതാണോ മോർ ദാൻ 50%-ൻ്റെ പ്രാതിനിധ്യം?
ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഒരു സ്ത്രീ അല്ലല്ലോ ഉള്ളത്. 2 പേര്. അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ലീഗിന് ആരുണ്ട്? എത്ര പേരുണ്ട്? ഞങ്ങളെ അസംബ്ലിയിലേക്ക് മത്സരിപ്പിച്ചില്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിൽ വനിതകളില്ലേ? ഞങ്ങളെ യൂത്ത് വിങ്ങിൽ വനിതാ ഭാരവാഹികളില്ലേ? MSFൽ വനിതാ ഭാരവാഹികളില്ലേ? STUവിൽ വനിതാ ഭാരവാഹികളില്ലേ? മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന പരിഗണന മുസ്ലിം ലീഗും നൽകുന്നുണ്ട്. വൃന്ദ കാരാട്ട് പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് പോളിറ്റ് ബ്യൂറോയിൽ ഇടം പിടിച്ചത് എന്നാണ് ലീഗ് പറയുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് വേറൊരു സ്ത്രീ വന്നില്ല? അല്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരു സ്ത്രീ വന്നില്ല? പിണറായി വിജയൻ്റെ 2ാം ഊഴത്തിൽ KK ശൈലജ ടീച്ചർ അവരുടെ മഹത്തായ സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് മന്ത്രി പോലും ആക്കാതെ മാറ്റി നിർത്തിയത്? അതിലൊന്നും സ്ത്രീ അവകാശ ധ്വംസനം നിങ്ങൾ കാണുന്നില്ല. സ്ത്രീ പുരുഷ സമത്വം ശാസ്ത്രവിരുദ്ധമാണെന്നും അത് ലീഗ് അംഗീകരിക്കില്ലെന്നും PMA സലാം. ആരോഗ്യ സാന്ത്വന മേഖലകളിലും സ്നേഹത്തിലുമൊക്കെ സ്ത്രീകൾ മുൻപന്തിയിലാണെന്ന് പാർട്ടി അംഗീകരിക്കുന്നുണ്ടെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പറഞ്ഞു. ന്യൂസ് 18 Q18 സലാമിന്റെ പ്രതികരണം. മുസ്ലിം സമുദായത്തിൽ ഒരുപാട് പുരോഗമനവാദികളായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്. പഠിക്കണം അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണ് പ്രധാനമെന്ന് പറയുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ആ സമുദായം ഒരു വലിയ മാറ്റത്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് പിന്നെയും കുറച്ചു കാലം മുൻപ് പറഞ്ഞ അതേ വാക്കിൽ തന്നെ തുല്യനീതി എന്ന വാക്കിൽ കടിച്ചു തൂങ്ങുന്നത് എന്തിനാണ് ലീഗ്? ഈ പുരോഗമനം നിങ്ങൾ പറയുന്ന ഈ പുരോഗമനമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മുസ്ലിം ലീഗാണ്. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് മുസ്ലിം ലീഗാണ്. ഇവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് മുസ്ലിം ലീഗാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ സ്ഥാനം കൊടുത്ത് അതിനുവേണ്ടി രംഗത്തിറങ്ങി പ്രവർത്തിച്ച് സീതി സാഹിബിനെ പോലുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരാണ്. വിദ്യാഭ്യാസം വർദ്ധിക്കുന്നു എന്ന് പറയുന്ന അർത്ഥം സ്ത്രീയും പുരുഷനും തുല്യനാണെന്ന് സമ്മതിക്കലാണോ? ചില മേഖലകളിൽ സ്ത്രീകൾ മുസ്ലിം ആണുങ്ങളെക്കാൾ മുന്നിലാണ്. അങ്ങനെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മുകളിലാണെന്ന് ലീഗ് അംഗീകരിക്കുന്ന മേഖല ഏതാണ്? ഇപ്പോൾ നമ്മൾ സ്നേഹം, ആർദ്രത, സാന്ത്വനം, പരിപാലനം, ഇതിലൊക്കെ പുരുഷന്മാരെക്കാൾ ഒരുപക്ഷെ സ്ത്രീകൾക്ക് കൂടുതൽ മേഖലകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. അല്ലാതെ ഇതിൽ പിടിവാശി പിടിച്ച് പഴഞ്ചൻ നിലപാടുമായി നടക്കുന്നത് ഇതിനെ എതിർക്കുന്നവരാണ്, കയ്യടി കിട്ടാനാണ്. ഇങ്ങനെ പ്രകൃതി വിരുദ്ധമായ ശാസ്ത്രവിരുദ്ധമായ കാലങ്ങളായി ഭൂലോകം ഉണ്ടായത് മുതൽ മനുഷ്യർ അനുഭവിച്ചും കണ്ടും പഠിച്ചും വരുന്ന കാര്യങ്ങളെ എതിർക്കലാണ് പുരോഗമനമെങ്കിൽ ആ പുരോഗമനത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ പിടികൂടി കൂട്ടിലാക്കാൻ നടപടി ഊർജിതമാക്കി വനംവകുപ്പ്. കുംകി ആനകളെ ഇന്ന് തന്നെ സ്ഥലത്തെത്തിക്കും. മയക്കുവെടി വെച്ച് പിടികൂടുന്ന ആനയെ കൂട്ടിലേക്ക് മാറ്റാനാണ് നീക്കം. കൂട് നിർമ്മാണത്തിലുള്ള യൂക്കാലിപ്റ്റസ് മരങ്ങൾ രാവിലെ തന്നെ മുറിച്ചു തുടങ്ങും. വയനാട്ടിൽ നിന്നുള്ള RRT സംഘം ഉച്ചയോടെ സ്ഥലത്തെത്തും. മറ്റൊരു വാർത്തയിലേക്ക്. മറൈൻ ഡ്രൈവിൻ്റെ വഴിയോരത്ത് പുല്ലാങ്കുഴലുമായിരുന്ന പ്രകാശേട്ടനെ കാണണമെങ്കിൽ ഇനി കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ചെല്ലണം. ലേ മെറിഡിയൻ ഷെഫ് സുരേഷ് പിള്ളയുടെ റെസ്റ്റോറൻ്റായ RCPയിൽ ഇനി പ്രകാശേട്ടനും ഉണ്ടാകും, പാട്ടും പുല്ലാങ്കുഴലുമായി. ഈ മാസം ആദ്യമാണ് പ്രകാശേട്ടനെ കാണുന്നത്. ദുരിതത്തിൻ്റെ കെട്ട് ചുമക്കുമ്പോഴും അവിടെയെല്ലാം താങ്ങായത് സംഗീതമാണ്. ആ പാട്ട് ഇനി നമുക്ക് 5 സ്റ്റാർ ആംബിയൻസിൽ ആസ്വദിക്കാം. ആകാശമായവളെ അകലെ പറന്നവളെ ചിറകായിരുന്നല്ലോ നീ അറിയാതെ പോയെന്നു ഞാൻ. പ്രകാശേട്ടൻ്റെ ദുരിതകഥ കേട്ടവരിൽ പ്രശസ്ത ഷെഫ് സുരേഷ് പിള്ളയും ഉണ്ടായിരുന്നു. അതോടെ ഈ ജീവിതത്തിൻ്റെ ഋതം മാറി. ലേ മെറിഡിയനിൽ റെസ്റ്റോറൻറ്റ് ഓഫ് ഷെഫ് പിള്ളയുടെ ആഡംബരാനുഭവം ഇനി പ്രകാശേട്ടൻ്റെ പുല്ലാങ്കുഴലിടങ്ങൾ കലർന്നതാകും. അന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ പ്രകാശേട്ടൻ
തൻ്റെ കൈപിടിക്കാൻ ഒരാൾ വരുമെന്ന കാത്തിരിപ്പിലായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഇവിടെ വന്ന് പരിചയപ്പെട്ടാണ്, സജീവ് എന്ന പേര്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, പക്ഷേ ചെറിയ വാക്കാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്നൊരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രകാശേട്ടൻ ഇവിടെ എന്നും വരണം, ഇവിടെ വന്ന് വായിക്കണം. പ്രകാശേട്ടനെ ഒരാൾ രക്ഷിക്കാനായിട്ട് ഒരാൾ ഇവിടെ വരും. ആ വരുന്ന നേരത്ത് പ്രകാശേട്ടൻ ഇവിടെ ഇല്ലാതിരിക്കരുത്. ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്ത വാർത്തകളിൽ ആശ്രയം വേണ്ട രണ്ടാമത്തെ ആളെയാണ് ഇപ്പോൾ ഷെഫ് സുരേഷ് പിള്ള കൈപിടിക്കുന്നത്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ വഴിയാണ് പ്രകാശേട്ടനെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞത്. വിദേശിയായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ അവർക്കൊക്കെ ലൈവായിട്ട് ഇദ്ദേഹത്തിന്റെ സംഗീതം കേൾക്കുമ്പോൾ നല്ല നല്ല മലയാളം, ഹിന്ദി, തമിഴ് ഇത് മൂന്നും അദ്ദേഹം നന്നായിട്ട് വായിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേട്ടിട്ട് വരുന്ന ഗസ്റ്റിനും ഭയങ്കര സന്തോഷമാണ്. ഇന്ന് കരയണഞ്ഞ ആശ്വാസമുണ്ട് പ്രകാശേട്ടന്റെ വാക്കുകളിൽ. വല്ലാത്ത സന്തോഷമാണത്. നമ്മൾ ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്തൊരു സ്ഥലത്ത് വന്ന് പറ്റുള്ളത്. അതൊന്നും കഴിവുകൊണ്ട് മാത്രമൊന്നല്ല കേട്ടോ, അതൊരു സ്നേഹത്തിൻ്റെ ഒരു ചേർത്ത് പിടിക്കലാണ് അതൊക്കെ. പ്രകാശേട്ടന്റെ ഈണങ്ങൾ നല്ല അനുഭവമാണ് നൽകുന്നതെന്ന് RCPയിലെ ഓപ്പറേഷൻ മാനേജർ ജോബി ജോസഫ്. അവിടെ വന്ന എല്ലാ കസ്റ്റമേഴ്സിനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പലരും പേഴ്സണലി അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാഫിൻ്റെ സൈഡിൽ നിന്നായാലും നല്ല ഇഷ്ടപ്പെട്ട സോങ്സാണ് സ്റ്റാഫിൻ്റെ സൈഡിൽ നിന്നായാലും സ്റ്റാഫിന് വേണ്ടി അദ്ദേഹം പാടിക്കൊടുക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ഇടവേള. രാവിലെ തുടരുന്നു. സമരങ്ങളിലും പരാധീനതകളിലും പതിവാകുന്ന KSRTCയിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ജോലി ചെയ്യുകയാണ് ഏക വനിതാ പെയിന്ററായ ശ്രീകല. ഡ്രൈവറും കണ്ടക്ടറുമായി നിരവധി വനിതകൾ KSRTCയിൽ ഉണ്ടെങ്കിലും പെയിന്ററായി ശ്രീകല മാത്രമേ ഉള്ളൂ. നെടുമങ്ങാട് പേരില്ല സ്വദേശിയാണ് ഈ വനിതാ പെയിന്റർ. KSRTC കാട്ടാക്കട ഡിപ്പോയിലെ വനിതാ പെയിന്ററാണ് ശ്രീകല. കഴിഞ്ഞ 10 വർഷമായി ശ്രീകല ബസ്സുകൾക്ക് ചായമടിക്കുന്നു. 150 പെയിന്റർമാരുള്ള KSRTCയിലെ ഏക വനിതയാണ് ശ്രീകല. 1965 രൂപീകൃതമായ KSRTCയിൽ ആദ്യകാലങ്ങളിൽ ഓഫീസ് ജോലികൾ മാത്രമാണ് വനിതകൾ ചെയ്തിരുന്നത്. ഡ്രൈവർ, കണ്ടക്ടർ, മെക്കാനിക്കൽ, പെയിന്റർ ജോലികളിൽ പുരുഷന്മാർ മാത്രമായിരുന്നു. കാലക്രമേണ കണ്ടക്ടർ, ഡ്രൈവർ എന്നീ മേഖലകളിലും സ്ത്രീ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ജോലി സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ ഇപ്പൊ എല്ലാ രംഗങ്ങളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സ്ത്രീകൾ ഏത് ജോലി ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പം സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി അവർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ മടിച്ചിരിക്കരുത്, നമ്മളെ ഫീൽഡിലോട്ട് വരണം. ഏത് ജോലിയും ചെയ്യാനുള്ള അവര് മനസ്സ് കാണിക്കണം. സ്ത്രീകളെന്ന് പറഞ്ഞിട്ട് വീടിനകത്തിരിക്കാൻ മാത്രം ഉള്ള ആൾക്കാരൊന്നും അല്ല. 9 വർഷം പാപ്പനംകോട് സെൻട്രൽ വർക്ക്ഷോപ്പ് ഗ്യാരേജിലാണ് ശ്രീകല ജോലി ചെയ്തിരുന്നത്. പിന്നീടാണ് കാട്ടാക്കട ഡിപ്പോയിൽ ജോലി നോക്കിയത്. തനിക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലികളിൽ സഹപ്രവർത്തകർ സഹായിക്കുമെന്നും ഉദ്യോഗസ്ഥർ ഒന്നടങ്കം മികച്ച പ്രോത്സാഹനം നൽകുന്നുണ്ടെന്നും ശ്രീകല പറഞ്ഞു. സപ്പോർട്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ് എല്ലാവർക്കും. അല്ലാതെ വേറെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയോ ഒരു സംസാരമോ അങ്ങനെ യാതൊരു ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയും. ഞാനും അങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്, അവർക്ക് എന്നോടും അങ്ങനെയാണ്. ബസ്സുകളുടെ ബോഡി ബോർഡർ പെയിന്റിംഗ് ആണ് ശ്രീകല കൂടുതൽ ചെയ്യുന്നത്. സ്ത്രീകൾ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാകണമെന്നാണ് ശ്രീകലയുടെ നിലപാട്. ചാക്ക ഗവൺമെന്റ് ITI പെയിന്റിംഗ് ഇൻസ്ട്രക്ടറായ ഭർത്താവ് അജികുമാറിന്റെ പ്രോത്സാഹനം കൊണ്ടാണ് ഈ ജോലി തെരഞ്ഞെടുക്കാൻ സാധിച്ചതെന്നും ശ്രീകല പറഞ്ഞു. ഡിഗ്രി വിദ്യാർത്ഥിനിയായ അമൃതലക്ഷ്മിയും +2 വിദ്യാർത്ഥിനിയായ ശിവലക്ഷ്മിയുമാണ് മക്കൾ. ന്യൂസ് 18 കാട്ടാക്കട. കാസർഗോഡെത്തിയ മന്ത്രി V ശിവൻകുട്ടിക്ക് മുന്നിൽ പരാതികളുമായി എത്തി കുട്ടികൾ. പടന്നയിലും പീലിക്കോടും സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടകനായി എത്തിയതോടെയാണ് പരാതികളും നിവേദനങ്ങളുമായി കുരുന്നുകൾ മന്ത്രിക്ക് മുന്നിലെത്തിയത്. കുഞ്ഞു നിവേദനങ്ങൾക്ക് ഉടനടി മന്ത്രി മറുപടിയും നൽകി. ഫാത്തിമയും അമാനയുമായിരുന്നു പടന്ന ഗവൺമെന്റ് UP സ്കൂളിലെ പരാതിക്കാർ.
സ്കൂളിലെ മുകൾ നിലയിലെ ക്ലാസ് മുറിയിലെത്തുന്നതിനുള്ള ബുദ്ധിമുട്ടായിരുന്നു ഫാത്തിമയുടെ സങ്കടം. പടികൾ ധാരാളമായി കയറേണ്ടതുകൊണ്ട് നടുവേദനയുണ്ടാകുന്നു. പ്രശ്നപരിഹാരത്തിന് മന്ത്രി തന്നെ ഇടപെടണം. പടികളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് പാഠപുസ്തകത്തിന്റെ കനം കുറച്ച് നൽകാമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. ഇതോടെ സദസ്സിൽ കയ്യടികൾ ഉയർന്നു. ഫാത്തിമ ഷബിലി അമാന അബ്ദുൾ റഹീം തന്ന ഒരു നിവേദനം, ഒരുപാട് പടികേറി പോയിട്ട് വരും. അതുകൊണ്ട് നട്ടലിന് വേദന വീട്ടിൽ ചെന്നാലുണ്ടാവും. ഇത് പല സ്കൂളുകളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു പരാതിയാണ്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. കുട്ടികളുടെ പാഠപുസ്തകത്തിന്റെ കനം കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് ഉദ്ദേശിക്കുകയാണ്. അതിന്റെ വർണ്ണം കുറയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ക്ലാസ് മുറിയിലെ അത്യുഷ്ണമായിരുന്നു അമാനയ്ക്ക് ബോധിപ്പിക്കാനുണ്ടായിരുന്നത്. പരിഹാരമായി AC സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചു. കുഞ്ഞുങ്ങളുടെ സങ്കടമകറ്റാൻ പൊതുവായി എന്തു ചെയ്യാൻ പറ്റുമെന്നാലോചിക്കും. ഒപ്പം കൂട്ടായ ശ്രമങ്ങളും ഉണ്ടാകണമെന്ന് മന്ത്രി പറഞ്ഞു. 2Bയിൽ പഠിക്കുന്ന കശ്യപ് PV എഴുതുന്ന കത്ത്, അവൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ കളിക്കാനുള്ള കളിസ്ഥലം വേണോ? തീർച്ചയായിട്ടും അത് പാർലമെന്റ് മെമ്പറും MLA കൂടെ പരിഹാരം കണ്ടെത്തി കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പിലിക്കോട് ITIക്ക് കെട്ടിട ശിലാസ്ഥാപനം നടത്താനെത്തിയപ്പോൾ നിവേദനവുമായി എത്തിയത് പിലിക്കോട് UP സ്കൂളിലെ 2ാം ക്ലാസ്സുകാരൻ കശ്യപായിരുന്നു. തന്റെ വിദ്യാലയത്തിനു വേണ്ടി കളിസ്ഥലം വേണമെന്നായിരുന്നു കശ്യപിന്റെ ആവശ്യം. ഈ പണി MP-ക്കും MLA-ക്കും പാസ് ചെയ്ത് മന്ത്രി തലയൂരി. ഇതോടെ സദസ്സിൽ വീണ്ടും കയ്യടി മുഴങ്ങി. ന്യൂസ് 18 ചെറുവത്തൂർ. ഇനി നമുക്ക് ഇന്ന് ഇത് സംഭവിക്കും, ഇന്നത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് കടക്കാം. അനധികൃത കുടിയേറ്റക്കാരുമായുള്ള അമേരിക്കയിൽ നിന്ന് ഉള്ള മൂന്നാം വിമാനം ഇന്നെത്തും. 157 പേരുമായി അമൃത്സറിലാണ് വിമാനം ഇറങ്ങുക. ഇന്നലെ 119 പേരുമായി അമൃത്സറിൽ രണ്ടാമത്തെ വിമാനം ഇറങ്ങിയിരുന്നു. 3 വിമാനങ്ങൾ കൂടി ഈ ആഴ്ച എത്തുമെന്നാണ് സൂചന. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കൊമ്പനെ ചികിത്സിക്കാനുള്ള ദൗത്യം ഇന്ന് തുടങ്ങും. കുംകി ആനയായ വിക്രമിനെ അതിരപ്പള്ളിയിൽ എത്തിച്ചു. ബാക്കി കുംകി ആനകളെ നാളെ എത്തിക്കും. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 7ാം ദിവസത്തിൽ. കഴിഞ്ഞ ദിവസം ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കുന്നതിനൊപ്പം ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. സംസ്ഥാനത്ത് ഇന്ന് ചൂടിൽ കാര്യമായ വർധനവുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. പുറത്തിറങ്ങുമ്പോൾ കരുതലുണ്ടാകണം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ താപനില ഉയരാൻ സാധ്യതയുണ്ട്. 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരും. സ്വീകരിക്കേണ്ട മുന്നറിയിപ്പുകൾ സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അലിയോൺസ് ഫ്രാൻസ് സെയിലുമായി ചേർന്ന് ബാനർ ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ഫ്രഞ്ച് ഫിലിം ഫെസ്റ്റിവൽ ഇന്ന് വഴുതക്കാട് നടക്കും. രാവിലെ 9:30 അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് UP വാരിയേഴ്സിനെ നേരിടും. മത്സരം രാത്രി 7:30 വഡോദരയിലാണ്. ഉദ്ഘാടന മത്സരത്തിൽ RCBയോട് തോറ്റായിരുന്നു ഗുജറാത്തിന്റെ തുടക്കം. ലക്ഷ്യം ആദ്യ ജയമാണ്. ഇനി രാവിലെയിലെ പ്രത്യേക സെഗ്മെന്റിലേക്ക്, ക്രൈം വാർത്തകളിലേക്കാണ് ജാഗ്രത. കാട്ടാക്കടയിൽ VHSC വിദ്യാർത്ഥിയുടെ മരണത്തിൽ വിവാദ സ്ഥാനത്തുള്ള സ്കൂൾ ക്ലർക്കിനെ പ്രതി ചേർക്കുന്നതിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ക്ലർക്ക് സുനിലിനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, ഒരുപോലെ എല്ലാവരും ഈ ക്ലർക്കിനെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ക്ലർക്ക് മാനസികമായി പീഡിപ്പിക്കാറുണ്ട്, മോശം ഭാഷ ഉപയോഗിക്കാറുണ്ട് എന്നിവയടക്കം. എന്താണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇക്കാര്യത്തിലുള്ള ആശയക്കുഴപ്പം? ഏത് രീതിയിലാണ് ഇയാൾ ഈ സംഭവത്തിൽ പങ്കാളിയാണെന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്?
രഞ്ജിത്ത്, അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ക്ലർക്കിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ +1 വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇയാൾക്ക് പങ്കുണ്ട്, അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ഇയാളിൽ തന്നെയാണ് കേന്ദ്രീകരിക്കുന്നത് എന്ന തരത്തിലുള്ള തെളിവുകൾ അതിന് പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കുന്നതടക്കമുള്ള തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ +1 വിദ്യാർത്ഥി ഏതെങ്കിലും തരത്തിൽ കുറിപ്പുകളിലോ അല്ലാതെയോ ഇദ്ദേഹത്തെ ഈ ക്ലാർക്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്ന പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു എഴുത്തുകുത്തുകൾ ഉണ്ടോ എന്നതടക്കമൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ പോലീസ് നടത്തുന്നുണ്ട്. അതോടൊപ്പമാണ് സഹപാഠികൾ നൽകിയിരിക്കുന്ന മൊഴി ഇതിൽ നിർണായകമായി മാറുക. നേരത്തെയും സമാനമായ തരത്തിൽ ദുരനുഭവം ഈ ക്ലർക്കിന്റെ ഭാഗത്തു നിന്ന് +1 വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ഒരാളോട് മാത്രമല്ല, പലരോടും സമാനമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. പക്ഷേ കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മഹത്യാ പ്രേരണ കുറ്റം ഈ ക്ലർക്കിനെതിരെ ചുമത്തുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. സമാന്തരമായാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ ഔദ്യോഗികമായ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടിരുന്നു. അവിടെ ആഭ്യന്തര അന്വേഷണം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഈ ക്ലർക്കിനെതിരെ നടക്കുന്നുണ്ട്. ഈ സ്കൂളിലെ സാഹചര്യം എന്തായിരുന്നു, അങ്ങനെ ഒരു ക്ലർക്കിന് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ കൂടുതലായി ഇടപെടാനുണ്ടാകുന്ന സാഹചര്യം എന്തായിരുന്നു, ഇങ്ങനെയൊരു ദുരനുഭവം നേരത്തെ അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ നടപടി എടുക്കാതിരിക്കുകയായിരുന്നു, ഇതടക്കമുള്ള കാര്യങ്ങളാണ് അവർ വിശദമായി പരിശോധിക്കുന്നത്. പക്ഷേ വൈകാതെ ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു ചിത്രം തെളിയും. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു അവ്യക്തത നിലനിൽക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. കണ്ണൂരിൽ 3ാം കണ്ണ് സ്ഥിതി നേടി അഭിവൃദ്ധി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ്. ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ഹിമാലയൻ മിസ്റ്റിക് തേർഡ് ഐ എന്ന ട്രസ്റ്റിന്റെ പേരിലായിരുന്നു കോടികളുടെ തട്ടിപ്പ്. പ്രപഞ്ച ഊർജ്ജത്തെ ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കാമെന്നാണ് സംഘം ഇരകളെ വിശ്വസിപ്പിച്ചിരുന്നത്. കേരളത്തിൽ നടമാടുന്ന ആത്മീയ തട്ടിപ്പിന്റെ പുതിയ രീതിയാണിത്. പ്രപഞ്ചോർജ്ജത്തെ ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കാമെന്ന് ആളുകളെ വിശ്വസിപ്പിക്കും. നാട്ടിലുടനീളം ട്രെയിനിങ് ക്ലാസുകൾ സംഘടിപ്പിക്കും. ഈ ക്ലാസുകളിൽ പങ്കെടുത്താൽ പലവിധ നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കാമെന്ന് വാഗ്ദാനം ചെയ്യും. 15,000 രൂപയാണ് ഒരു ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഫീസായി ഈടാക്കിയിരുന്നത്. ഇങ്ങനെ 1000-ലധികം പേരിൽ നിന്ന് പണം തട്ടി. ഇതിനെതിരെ കണ്ണൂർ സ്വദേശിയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. കേസിൽ ഡോക്ടർമാരുൾപ്പെടെ 6 പേർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. ഹിമാലയൻ മാസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന അഷ്റഫാണ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ. അഷ്റഫിനെ കൂടാതെ അഭിന്ദ് കാഞ്ഞങ്ങാട്, KS പണിക്കർ, അനിരുദ്ധൻ, വിനോദ് കുമാർ, സനൽ എന്നിവർക്കെതിരെയുമാണ് കേസ്. ഹിമാലയൻ തേർഡ് ഐ ട്രസ്റ്റിന്റെ പേരിലായിരുന്നു ക്ലാസുകൾ. ഡോക്ടർ അഷ്റഫിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം ക്ലാസുകൾ നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ആദ്യഘട്ടം ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ പരസ്യത്തിൽ പറയുന്ന കാര്യങ്ങളല്ല ക്ലാസിന്റെ ഉള്ളടക്കമെന്ന് മനസ്സിലാക്കി പണം തിരികെ ചോദിക്കുകയായിരുന്നുവെന്ന് പരാതിക്കാർ പറയുന്നു. ഇതിനെ തുടർന്ന് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ വിവിധ ആളുകളിൽ നിന്നായി 12,75,00,000 രൂപയോളം തട്ടിയെടുത്തെന്നാണ് വിവരം. ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ 3,000 രൂപ വിലയുള്ള മൂക്കുത്തി വിതരണം ചെയ്തെന്നും പരാതിക്കാർ പറയുന്നു. ന്യൂസ് 18 കണ്ണൂർ. തിരുവനന്തപുരം പാലോട് സ്ത്രീധനത്തിന്റെ പേരിൽ ഗർഭിണിക്ക് ക്രൂരമർദ്ദനം. ഇരട്ടക്കുട്ടികളുടെ അമ്മയാകാൻ കാത്തിരുന്ന യുവതിയുടെ ഗർഭമലസി. യുവതിയുടെ പരാതിയിൽ ഭർത്താവ് പ്രവീണിനും മാതാപിതാക്കൾക്കുമെതിരെ പാലോട് പോലീസ് കേസെടുത്തു. സ്ത്രീധനം കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് നിരന്തര പീഡനമായിരുന്നുവെന്നാണ് പ്രവീണയുടെ പരാതി. 8 മാസം ഗർഭിണിയായിരിക്കെ കഴിഞ്ഞ ഡിസംബർ 26-ന് പ്രവീണയെ ക്രൂരമായി മർദ്ദിച്ചു. നിലത്തു വീണപ്പോൾ വയറിൽ ചവിട്ടേറ്റ് അവശനിലയിലായ പ്രവീണയെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
അപകടത്തെ തുടർന്ന് രക്തസ്രാവം ഉണ്ടായെന്നായിരുന്നു ആശുപത്രിയിൽ പറഞ്ഞത്. 2 കുട്ടികളും മരിച്ചെന്ന് പിന്നീട് ആശുപത്രി അധികൃതർ പ്രവീണയോട് പറഞ്ഞു. അന്ന് കുറെ വഴക്കുണ്ടായി, സ്ത്രീധനത്തിന്റെ പേരിൽ കിടന്ന് വഴക്കുണ്ടായി, പിന്നെ കുറെ അടിച്ച്. എത്ര മാസമായിരുന്നു? 8 മാസം. വയറിൽ ചവിട്ടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു എന്താ സംഭവിച്ചത് പറഞ്ഞു? വയറിൽ ചവിട്ടി. അങ്ങനെ 10:30 ആയപ്പോൾ പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി, പിന്നെ അഡ്മിറ്റ് ആക്കി. പിന്നെ ഡോക്ടർമാർ പറഞ്ഞു 2 കുട്ടികൾ മരിച്ചു. 2 ഇരട്ട കുട്ടികളായിരുന്നു. ആശുപത്രിയിൽ നിന്ന് തിരികെ നന്ദിയോട്ടെ വീട്ടിലെത്തിയെങ്കിലും മർദ്ദനമേറ്റ വിവരം പ്രവീണ വീട്ടുകാരിൽ നിന്ന് മറച്ചുവെച്ചു. പ്രവീണയുടെ അച്ഛൻ നന്ദിയോടുള്ള ക്ലിനിക്കിൽ സഹായിയാണ്. അവിടുത്തെ ഡോക്ടർ പരിശോധിക്കുമ്പോഴാണ് കുട്ടികൾ നഷ്ടപ്പെട്ട വിവരം പ്രവീണ പറഞ്ഞത്. വീട്ടുകാർ നിർബന്ധിച്ചതോടെ പോലീസിൽ പരാതി നൽകി. ഞാൻ വിചാരിച്ചത് എൻ്റെ മോള് ഡേറ്റ് ആയല്ലോ എന്നുള്ള രീതിയിൽ ഞാനും അങ്ങനെ മുമ്പോട്ട് പോയി. പിന്നെ ഇത് അറിഞ്ഞതിന് ശേഷമാണ് നേരെ ഡോക്ടർ തന്നെ പറഞ്ഞു പാലോട് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു. കേസ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവർ SI വിളിച്ച് മോളെ വിളിച്ച് ചോദിച്ചു. മോള് പറഞ്ഞു എനിക്ക് വേണ്ട, ഇനി ഡൈവോഴ്സ് മതി, എനിക്ക് അയാളവിടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഈ SI അടുത്ത് പറഞ്ഞു. SI പറഞ്ഞു മോളെ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം ആലോചിച്ച് തീരുമാനം എടുക്കാം, എന്തായാലും ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. യുവതിയുടെ പരാതിയിൽ ഭർത്താവ് പ്രവീൺ, ഭർത്തൃപിതാവ് പ്രകാശൻ, അമ്മ ചന്ദ്രിക എന്നിവർക്കെതിരെ പാലോട് പോലീസ് കേസെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. വൃദ്ധ ദമ്പതികളെ മയക്കിക്കിടത്തി സ്വർണം കവർന്നു. ട്രെയിൻ യാത്രക്കിടെ സൗഹൃദം സ്ഥാപിച്ച ശേഷം വീട്ടിലെത്തിച്ചായിരുന്നു കവർച്ച. 6 പവൻ സ്വർണമാണ് നഷ്ടപ്പെട്ടത്. സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം വളാഞ്ചേരി കോട്ടപ്പുറം പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന കോഞ്ചത്ത് ചന്ദ്രനും ഭാര്യ ചന്ദ്രമതിയുമാണ് കവർച്ചയ്ക്കിരയായത്. ട്രെയിനിൽ നിന്ന് ദമ്പതികളെ പരിചയപ്പെട്ട 35 വയസ്സ് തോന്നിക്കുന്ന യുവാവാണ് സൗഹൃദം മുതലെടുത്ത് ഇവരുടെ വീട്ടിലെത്തിയത്. തുടർന്ന് മയക്കുമരുന്ന് ചേർത്ത ജ്യൂസും ഗുളികയും നൽകി മയക്കിയ ശേഷം കവർച്ച നടത്തുകയായിരുന്നു. താലിമാലയും മറ്റൊരു മാലയും വളയും ഉൾപ്പെടെ 6 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായി. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മുട്ടുവേദനയുടെ ചികിത്സയ്ക്ക് ചന്ദ്രനും ഭാര്യ ചന്ദ്രമതിയും കൊട്ടാരക്കരയിൽ പോയി മടങ്ങും വഴിയാണ് യുവാവ് ഇരുവരുമായും സൗഹൃദം സ്ഥാപിച്ചത്. നാവികസേന ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തി ഇരുവർക്കും സീറ്റ് തരപ്പെടുത്തി കൊടുത്ത സൗഹൃദത്തിലായ യുവാവ് പിന്നീട് ഒപ്പമിരുന്ന് കാര്യം അന്വേഷിച്ചു. മുട്ടുവേദനയ്ക്ക് നാവികസേന ആശുപത്രിയിൽ ചെലവ് കുറവാണെന്നും താൻ തരപ്പെടുത്താമെന്നും വിശ്വസിപ്പിച്ചു. പിറ്റേ ദിവസം എല്ലാം ശരിയായെന്നും ചികിത്സയുടെ രേഖകൾ വേണമെന്നും പറഞ്ഞ് ഫോൺ ചെയ്ത ശേഷം വീട്ടിലെത്തുകയായിരുന്നു. അവൻ എന്നോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചു, എന്തൊക്കെയാണ് വിവരങ്ങൾ, ആരൊക്കെ ഉണ്ട് വീട്ടിൽ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ കാലിന് സുഖമില്ലാത്ത കാര്യം പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ നേവിയിലും ജോലി ചെയ്യുന്നത്, ഞങ്ങളുടെ ആശുപത്രി ഉണ്ട്, അവിടെ കൊണ്ടുപോയി വലിയ ചിലവില്ല, ചെറിയ ചിലവിൽ ഓപ്പറേഷൻ ചെയ്ത് തരാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാനത് അന്വേഷിക്കട്ടെ, ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ട് ഞങ്ങളോട് വിവരം പറയാം. അങ്ങനെ അന്നും വിളിച്ചില്ല. ചൊവ്വാഴ്ചയാണ് സംഭവം ഉണ്ടായത്. പിന്നെ ബുധനാഴ്ച രാവിലെ 8 മണിക്ക് വിളിച്ചു. ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു. അപ്പോൾ അതിന് ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, അയച്ചുതരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഡീറ്റെയിൽസ് വേണം. ബുധനാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിയ യുവാവ് താൻ കൊണ്ടുവന്ന പഴങ്ങൾ ഉപയോഗിച്ച് സ്വയം ജ്യൂസ് തയ്യാറാക്കി ഇരുവർക്കും നൽകി. തൊട്ടു പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോൾ ഗ്യാസിന്റേതാണെന്ന് പറഞ്ഞ് ഓരോ ഗുളികയും നൽകി. ഇതോടെ ഇരുവരും മയങ്ങി വീഴുകയും കവർച്ച നടത്തി യുവാവ് സ്ഥലം വിടുകയും ചെയ്തു. അപ്പോൾ അവർ ജ്യൂസ് എടുത്തിട്ട് എന്തോ ഇളക്കണുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇളക്കേണ്ട ആവശ്യം, ബൈക്ക് ചോദിച്ചു എന്താ ഇളക്കേണ്ട ആവശ്യം, നമ്മൾ പഞ്ചസാര ഇട്ടില്ല പിന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ കട്ടിയായിട്ടുണ്ടാവും, അത് ഇളക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടായിരിക്കും സ്പൂൺ ഇളക്കുന്നതാണ്. അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കുടിച്ചു കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മേപ്പിട്ട് ഇരുന്നമായി തോന്നി. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഗ്യാസിൻ്റെ അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ 2 ഗുളിക എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കുന്നു, എനിക്ക് തന്നു, 1 വൈപ്പിനും കൊടുത്തു. അങ്ങനെ 2 അത് കഴിച്ചു. അത് കഴിച്ച് ഇങ്ങനെ കുറച്ചേരം ഇരുന്നു. കസര ഇങ്ങനെ വന്നിരുന്ന എനിക്ക് ഓർമ്മയുണ്ട്, പിന്നീടൊന്നും ഓർമ്മ. ബോധം തെളിഞ്ഞപ്പോഴാണ് ചതി മനസ്സിലായത്. തുടർന്ന് ഇവർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തിരൂർ.
ഓച്ചിറയിൽ ബാറിലെ സംഘർഷം കൂട്ടത്തല്ലിൽ കലാശിച്ചു. കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മരക്കഷ്ണവും ഹെൽമറ്റും ഉപയോഗിച്ച് 4 പേർ ചേർന്ന് 2 പേരെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. അക്രമം നടത്തിയ സംഘം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളെന്ന് പോലീസ് പറയുന്നു. ഓച്ചിറ സ്വദേശികളായ വിനീഷ്, ശോഭിഷ് എന്നിവർക്കാണ് 4 സംഘത്തിന്റെ ക്രൂരമർദ്ദനമേറ്റത്. ഇതിൽ ഒരാളുടെ കൈയുടെ എല്ല് പൊട്ടുകയും മറ്റൊരാളുടെ വാരിയെല്ലിന് പരിക്കേൽക്കുകയും ചെയ്തു. ബാറിൽ നിന്ന് മദ്യപിച്ചിറങ്ങുമ്പോൾ ഉണ്ടായ ചെറിയ വാക്കുതർക്കമാണ് മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് 4 പേർ ചേർന്ന് മരക്കഷ്ണവും ഹെൽമറ്റും ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ ഓച്ചിറ പോലീസ് കേസെടുക്കുകയും 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓച്ചിറ സ്വദേശികളായ അനന്തു, സിദ്ധു, റിനു എന്നിവരാണ് പിടിയിലായത്. ഷിബു എന്ന പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അനന്തു നേരത്തെ 4 കേസുകളിൽ പ്രതിയാണ്. മറ്റുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രതികൾക്കെതിരെ വധശ്രമമടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. പാതിവില തട്ടിപ്പിൽ ആരോപണ വിധേയരായ നിലമ്പൂരിലെ ഏജൻസിയുടെ 2ാമത്തെ ഓഫീസും പോലീസ് പൂട്ടി സീൽ വെച്ചു. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി ബിനോയ് പാട്ടത്തിൽ ചെയർമാനായ ഓസ്വാൾഡ് ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ പോലീസ് പരിശോധനയും നടത്തി. സ്കൂട്ടറുകൾ, തയ്യൽ മെഷീനുകൾ എന്നിവയും കണ്ടെത്തി. നിലമ്പൂരിൽ നഗരസഭയുടെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ബിനോയ് പാട്ടത്തിൽ ഒളിവിൽ പോയതു മുതൽ ഓഫീസ് തുറക്കുന്നില്ല. നഗരസഭ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പൂട്ടുപൊളിച്ചാണ് പോലീസ് അകത്ത് കടന്നത്. 11 സൈക്കിളുകൾ, 4 സ്കൂട്ടറുകൾ, 3 തയ്യൽ മെഷീനുകൾ എന്നിവ ഓഫീസിലുണ്ടായിരുന്നു. രേഖകൾ ഒന്നും കിട്ടിയിട്ടില്ല. നടപടികൾക്ക് SI-മാരായ TP മുസ്തഫ, K രതീഷ് എന്നിവർ നേതൃത്വം നൽകി. ഓഫീസ് പൂട്ടി സീൽ ചെയ്തു. ബിനോയിയെ കണ്ടെത്താൻ പോലീസ് സൈബർ സെല്ലിന്റെ സഹായം തേടി. ഇതുവരെയുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിൽ മാത്രം 80 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് കണക്കുകൾ. ന്യൂസ് 18 മലപ്പുറം. ആലപ്പുഴ ചേർത്തലയിൽ യുവതി മരണപ്പെട്ട സംഭവത്തിൽ ഭർത്താവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്ത സംഭവത്തിൽ കുടുംബത്തിന് അതൃപ്തി. അച്ഛൻ അമ്മയെ കൊലപ്പെടുത്തിയതാണെന്ന് ദൃക്സാക്ഷിയായ മകളുടെ മൊഴിയുണ്ടായിട്ടും ചേർത്തല പോലീസ് പ്രതിയായ സോണിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുത്ത പോലീസ് നിലപാടിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് കുടുംബം. ചേർത്തലയിൽ കഴിഞ്ഞ 9-ന് മരണമടഞ്ഞ സജി എന്ന 46-കാരിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസിൽ പരാതി നൽകിയത് 19 വയസ്സുള്ള മകൾ മിഷ്മയാണ്. അച്ഛൻ അമ്മയുടെ തല ഭിത്തിയിൽ ഇടിപ്പിച്ച ശേഷം മുകളിലെ നിലയിൽ നിന്ന് തള്ളി താഴേക്കിടുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകിയ നിർണായക മൊഴി. 1.5 മണിക്കൂർ വൈകിച്ച ശേഷം ബന്ധുക്കളുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു ആശുപത്രിയിലെത്തിക്കാൻ സജിയുടെ ഭർത്താവായ സോണി തയ്യാറായതെന്നും പരാതിയിൽ മകൾ ആരോപിച്ചു. 1 മാസത്തോളം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന സജി കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. പരസ്ത്രീ ബന്ധത്തിന്റെ പേരിൽ സോണി സജിയെ നിരന്തരം മർദ്ദിക്കാറുണ്ടെന്ന് സജിയുടെ സഹോദരങ്ങളും വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ സാധൂകരിക്കുന്നതായിരുന്നു അയൽക്കാരുടെ വാക്കുകളും. അവിടെ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാകാറുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് അലമ്പോലും വഴക്കും പിന്നെ മദ്യപാനവും എല്ലാം ഉണ്ട്. എന്നാൽ 1 മാസം ചികിത്സയിലിരുന്ന ശേഷം മരണപ്പെട്ട വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതക സാധ്യത തള്ളിക്കളഞ്ഞ പോലീസ് നടപടിക്ക് മേൽ കടുത്ത അതൃപ്തിയാണ് കുടുംബത്തിനുള്ളത്. 1 മാസം ചികിത്സയിലിരുന്നുവെന്ന് മാത്രമല്ല, അടക്കം ചെയ്ത് 3 ദിവസത്തിനു ശേഷം പുറത്തെടുത്ത ബോഡിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ബാഹ്യമർദ്ദനത്തിന്റെ എന്ത് തെളിവുകളാണ് അവശേഷിക്കുകയെന്ന ചോദ്യവും ഉയരുന്നു. മകളുടെയും നാട്ടുകാരുടെയും മൊഴികളെ ആസ്പദമാക്കി വിശദമായ അന്വേഷണം നടത്താതെയാണ് സോണിയെ രക്ഷിക്കുന്നതിനായി മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം മാത്രം ചുമത്തിയതെന്നും കുടുംബം ആരോപിക്കുന്നു. പോലീസ് വീഴ്ചയ്ക്കെതിരെ നിയമ നടപടികളുമായി നാളെ സജിയുടെ സഹോദരങ്ങൾ ആലപ്പുഴ കോടതിയെ സമീപിക്കും. ന്യൂസ് 18 ആലപ്പുഴ. ഇതോടെ രാവിലെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല അവധി ദിവസം, ഞായറാഴ്ചയാണ് ദിവസം ആശംസിക്കുന്നത്. നമുക്കിനിയും ന്യൂസ് 18-ൽ Q18 കാണാം.
വയനാട്